അതെന്താണ് എന്നുള്ളത്. പല സ്ഥലത്തും ക്ലാസ്സുകളും പല ഗൈഡൻസ് പ്രോഗ്രാമുകളും വി നീഡ് ടു ടാപ്പ് ദ ലോക്കൽ റിസോഴ്സ്. നമുക്ക് നമ്മുടെ ഇടവകയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒട്ടനവധി കഴിവുകളും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഗൈഡൻസും മറ്റുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഫസ്റ്റ് വി നീഡ് ടു ടാപ്പ് ദ ലോക്കൽ റിസോഴ്സ്. അതൊരു എക്കണോമിക്കൽ ടൈമാണ്. നമുക്ക് ഈസിലി റെഡിലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ റിസോഴ്സ് പേഴ്സണെ ഫോർ എക്സാമ്പിൾ, ഒരു റിസോഴ്സ് പേഴ്സണെ ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എനിക്കറിയാം അതിന്റെ എക്സ്പെൻസ്, അതിന്റെ ബബിൾസ്. പക്ഷെ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ എനിക്ക് തോന്നുന്നു ബിജു സർ ഒരു എക്സ്പെർട്ട് തന്നെയാണ്. കാരണം മറ്റ് മാനേജ്മെന്റ് ഫീൽഡിൽ, മറ്റുള്ള ഓഫീസ്, മറ്റുള്ള പ്രൊഫഷണൽ ഫീൽഡുകളിൽ ബിജു സർ ഒത്തിരിയധികം ക്ലാസ്സുകൾ പുറത്തു കൊടുത്തിട്ടുണ്ട്, കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്, പല ഗ്രൂപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബിജു സാറിനെ ആദ്യമേ തന്നെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഇൻട്രഡക്ഷനിലോട്ടും കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. നമ്മുടെ ഇതിന്റെ ഒരു ടോപ്പിക് തന്നെ ഷേപ്പിംഗ് യുവർ മൈൻഡ്സ് എന്നുള്ളതാണ്. ഓരോരുത്തരുടെ മനസ്സ്, മൈൻഡ് എന്ന് പറയുന്നത് അത് വളരെ ഒരു അത്ര ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിക്കണം, റിസർച്ച് മെത്തഡോളജി ഉപയോഗിക്കണം. ഈ റിസർച്ച് മെത്തഡോളജിയും സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിച്ചാണ് മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ കോൺസെപ്റ്റ് അൺകോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, കോൺഷ്യസ് എന്ന് പറയുന്ന ലെവലുകളൊക്കെ ഉണ്ട്. അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. സബ് കോൺഷ്യസിൽ കിടക്കുന്നത് പിന്നീട് ചിലപ്പോൾ തികട്ടി വരും. കോൺഷ്യസ് എന്ന് പറയുന്നത് എപ്പോൾ. അതുകൊണ്ട് മൈൻഡിന്റെ പല ഈ നിലകളെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു പരിധി വരെ ഈ സൈക്കോളജിക്കൽ ടൂൾസ് നമ്മൾ ഉപയോഗിക്കണം. അതിന് ഈ സൈക്കോളജിക്കൽ ടൂൾസിൽ ഒരു പരിധി വരെ ഉപയോഗിച്ചിരിക്കുന്നത് റിസർച്ച് മെത്തേഡ്സ് ആണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ ഇതെല്ലാം എന്തിനാണ് ഈ റിസർച്ച് മെത്തേഡ്സും സയന്റിഫിക് ടൂൾസും സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സും എന്തിന്റെ ബേസ് ആണ്? ഇന്റഗ്രേറ്റിംഗ് ദ ഫെയ്ത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്യുവർലി ഒരു സെക്യുലർ ഗ്രൂപ്പ് അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുർബാന കഴിഞ്ഞ് നമ്മളൊരു പാരന്റ്സിന് മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റിക്കാർക്ക് കൊടുക്കുന്ന മറ്റ് മീറ്റിങ്ങുകൾ പോലെയൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റു സെഷൻ പോലെയല്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിഫറൻസ്. ഇതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. ഇതെല്ലാം വിശ്വാസവുമായിട്ട് നമുക്ക് എങ്ങനെ അതിനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിന്, വിശ്വാസത്തിൽ നമ്മൾക്ക് വളരുന്നതിന്, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി കുട്ടികളെ അല്പം കൂടെ വിശ്വാസത്തിൽ വളർത്തുന്നതിനും, അതല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്നുള്ള ഒരു സംഗതി. അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഒരു കുട്ടി കുറച്ച് പെയിന്റിങ് നടത്തുന്നു, അറിയാതെ കുട്ടിയുടെ ഡ്രസ്സിൽ പെയിന്റ് വീണ് ആ കൊച്ച് അസ്വസ്ഥയാവുന്നു. അപ്പൊ അതിന്റെ പാരന്റ്സിന് വേണമെങ്കിൽ വന്നിട്ട് ആ കുട്ടിയെ ശാസിക്കാം, ഇതാകെ കൊളാക്കി, ഇത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിന് വേറൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വിൽ റെക്ടിഫൈ, നമുക്ക് നന്നായിട്ട് ചെയ്യാറുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള കറക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഒരു പക്ഷെ ആ പാരന്റ് വന്നുകൊണ്ട് കൊച്ചിനോട് പറയാണ്, ഇതെന്ത് പരിപാടി കാണിച്ചത്, ആകെ കുളമാക്കിയാലും ഇത് ആര് ക്ലീൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എ നെഗറ്റീവ് ഇമ്പാക്ട്. ഒരു പക്ഷെ ആ കുട്ടി തന്നെ മനസ്സിലാവും, ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നില്ല, ഇറ്റ് മേ ക്ലോസിംഗ്. അത് ഒരിക്കൽ പോലും പെയിന്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ബ്രഷ് കയ്യിലെടുക്കുവാനോ പോകില്ല. There is another concept. ആ പാരന്റ് പറയാണ്, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, we will do it, we can improve it, you proceed it, നമുക്ക് ഒന്നിച്ച് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ that makes another psychological. അപ്പൊ ആ കുട്ടിക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നു. ആ കുട്ടി വീണ്ടും ആ കലയെ പ്രോത്സാഹിപ്പിക്കുവാൻ, അല്ലെങ്കിൽ കലയെ വളർത്തും. അങ്ങനെയുള്ള ന്യൂ മെത്തേഡ്സ് ആണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്. ആരെങ്കിലും നമ്മുടെ മക്കള് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പഴയ പോലെ എന്തെങ്കിലും കണ്ട ഉടനെ ഇത് വടിയെടുത്ത് അടിക്കുക, ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ച്
കണ്ട് തെറി പറയാ, ആ കോൺസെപ്റ്റ് ഒന്നും ഇപ്പോഴത്തെ ജനറേഷനിൽ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ തന്നെ യു വിൽ ബി എ ഫെയിലിയർ. കുട്ടികളെ അവരായിരിക്കുന്ന തലങ്ങളിലൊക്കെ മനസ്സിലാക്കി അല്പം കൂടെ കറക്ഷൻസിലൊക്കെ നമ്മൾ എങ്ങനെ കറക്ഷൻ നടത്തും. തീർച്ചയായിട്ടും ഇന്റഗ്രേറ്റിംഗ് ഫേസ് സയന്റിഫിക് റിസർച്ച് ആൻഡ് സൈക്കോളജിക്കൽ ടു ഫോർ ദ ഷേപ്പിംഗ് യുവർ മൈൻഡ്സ്, ഈ പർട്ടിക്കുലർ തീമിനെ കുറിച്ച് ബിജു സാർ നമ്മളെ നയിക്കുന്നതാണ്. നമ്മളെ ഇവിടെ ഇത്രയും അധികം പേര് ഇവിടെ ശ്രമിക്കാൻ വന്ന നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവരും തന്നെ ഇരിക്കുക. ഒരു ചെറു പ്രാർത്ഥനയോട് നമ്മൾ തുടങ്ങുന്നു. അവിടെ തന്നെ ഇരുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവം ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ മേൽ ചെറിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വെറും കാഴ്ചയില്ല, ഉൾക്കാഴ്ചയാണ് ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങൾക്ക് പ്രേരണ നൽകുന്നതും ജീവിക്കുവാനായിട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നതെന്ന് ഇന്നത്തെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നെയല്ലോ. വെറും കാഴ്ചയിൽ സംതൃപ്തിപ്പെടാതെ ഉൾക്കാഴ്ചയിലോട് കടക്കുവാനായിട്ട് ഞങ്ങൾ കാണുന്ന കേൾക്കുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങൾ അല്പം കൂടെ ആഴത്തിൽ മനസ്സിലാക്കുവാനും അല്പം കൂടെ ബോധ്യത്തിൽക്കൂടെ ചെയ്യുവാനും അല്പം കൂടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ വാക്കുകളാൽ പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുവാനും ഇന്നത്തെ ഈ പാരന്റ്സ് മീറ്റിംഗ്, ഈ സെഷൻ ഞങ്ങൾക്ക് സഹായമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബിജു സാറിനെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പങ്കെടുക്കുന്നവരെയും പിതാവിന്റെയും മാധ്യസഹായം തേടി പ്രാർത്ഥിക്കാൻ നന്മ നിറഞ്ഞവരെയും സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. ഇനി ഞാൻ ബിജു സാറിനെ കൈകഴിപ്പിക്കുന്നു. ബിജു സാർ അതിന് നമുക്ക് ബ്രേക്ക് ഉണ്ട്. ഫുൾ ഫ്രീഡം ബിജു സാറിന് 11 മണി വരെ ഫ്രീഡം ബിജു സാറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ഈ മാനേജ്. ഓക്കെ, താങ്ക് യു. അച്ഛൻ്റെ അതിഗംഭീരമായ ഇൻട്രൊഡക്ഷന് ശേഷം ഞാൻ അച്ഛനിൽ അർപ്പിച്ചിരിക്കുന്ന പരീക്ഷയ്ക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങാം. ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുക എന്നതിൽ കൂടുതൽ എന്നേക്കാളും കൂടുതൽ അറിവ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. അപ്പോൾ ഇതൊരു ഫെസിലിറ്റേഷൻ പ്രോസസ്സാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഒത്തിരി അറിവുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂറിന് പഴയ കാലങ്ങളിലും നമ്മൾ വായിച്ചിട്ടുള്ളതാകാം, നമ്മൾ കേട്ടിട്ടുള്ളതാകാം, നമ്മുടെ ജീവിതാനുഭവത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള പേരന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അത്ര ഇഫക്റ്റീവ് ആകത്തില്ല. അപ്പോൾ നിങ്ങളുടെ കൂടി എൻ്റെ സഹകരണം ഈ സെഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ഷേപ്പിംഗ് ദ യങ് മൈൻഡ്സിനെ കുറിച്ച് അച്ഛൻ ഓൾറെഡി കുറച്ച് സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ പേരൻസ് ആണെങ്കിലും എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലും കെയർ ഗിവേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പോട്ടർമാരെന്ന് പറഞ്ഞാൽ കുശവന്മാരെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം. അതായത് ഒരു കലം അല്ലെങ്കിൽ ഒരു പാത്രം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ പല പ്രതീകങ്ങളും നമ്മൾ ഉപയോഗിക്കും. അത് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഈ കലം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ പാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിൽ അത് നയിക്കുന്ന പശുവിന് ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ പശുവിന്റെ സ്കില്ലിനനുസരിച്ചിട്ട് പാത്രങ്ങളെ പല രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉള്ള പാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം അതിനകത്ത് പെയിന്റിങ് ആഡ് ചെയ്ത് വീണ്ടും പുതിയ അഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇതേപോലെ തന്നെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കല ഉണ്ടാക്കാം. ആ കലത്തിന് കൂടുതൽ വർണ്ണങ്ങൾ ചേർക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ പേരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മളും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കലകൾ തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാകും. പേരൻസ് മാത്രമല്ല, നമുക്ക് കെയർ തന്നിട്ടുള്ള നമ്മുടെ അയൽവക്കാരാവട്ടെ, നമ്മുടെ പണ്ടൊക്കെ ഗ്രാമത്തിൽ വളർന്നിട്ടുള്ളവരാണെങ്കിൽ ഗ്രാമവാസികളാവട്ടെ, എല്ലാവരും നമ്മുടെ ആ ഫോർമേഷനിൽ ഒരു ഭാഗം വഹിച്ചിട്ടുണ്ട്. ആ പ്രോസസ്സ് ഇതേവരെ തീർന്നിട്ടില്ല. നമ്മൾ പിള്ളേരെ വളർത്തുന്നുണ്ടെങ്കിലും ആ പ്രോസസ്സിലൂടെ നമ്മൾ വീണ്ടും വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നീട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി ടിപ്സുകളും ഇപ്പോൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പാരന്റിങ് ടിപ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകളെ കുറിച്ചും സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല പഠനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ റെഫർ ചെയ്യണം. ശരിക്കും
പിള്ളേരെ വളർത്തുന്ന കാര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപമിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരായണത്ത് ഭ്രാന്തൻ. നാരായണത്ത് ഭ്രാന്തൻ ആൾക്കാർ നാരായണത്ത് ഭ്രാന്തൻ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഭ്രാന്തൻ എന്ന് വിളിക്കണോ യോഗ്യനെന്ന് വിളിക്കണോ എന്ന് നമുക്ക് ഈ കഥ കേട്ടതിന് ശേഷം നമുക്ക് തീരുമാനം. നാരായണത്ത് ഭ്രാന്തൻ സാധാരണ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അറിവിനനുസരിച്ചിട്ട് നാരായണത്ത് ഭ്രാന്തൻ എന്താണ് ചെയ്യുന്നത്? പറഞ്ഞോളൂ. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. എന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാക്കി മാറ്റുക. ഇവിടെ ആർക്കും തെറ്റുത്തരങ്ങളൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പേടിക്കാൻ. നാരായണത്ത് ഭ്രാന്തൻ സാധാരണ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് നാരായണത്ത് ഭ്രാന്തനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്? എന്തോ ശരിക്കും നമ്മളും ജീവിതത്തിൽ ചെയ്യുന്നത് ഈ പ്രവർത്തികളൊക്കെ തന്നെയല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് വേണ്ടി ഓടുന്നു, ഇതൊരു കല്ലുരുട്ടിക്കേറ്റത് തന്നെയല്ലേ മേലോട്ട്? പിള്ളേരെ വളർത്തുന്ന രീതി ഇതൊരു കല്ലുരുട്ടിക്കേറ്റത് മേലോട്ട് തന്നെയല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഈ ഉരുട്ടലെല്ലാം ശരിയാകും, നാളെ നമ്മുടെ പിള്ളേരെല്ലാം നല്ലോണം വളരും, നമ്മൾ നല്ല രീതിയിൽ പോകും, ഈ കാര്യങ്ങളൊക്കെ വളരും. പിന്നെ ഒരു ദിവസം നമ്മുടെ ചെറുക്കന് സ്കൂളിൽ ഇച്ചിരി മാർക്ക് പറയുമ്പോഴും ഈ കല്ല് താഴെ പോകുന്ന, അല്ലെങ്കിൽ വേറെ ഒരു അന്യന്റെ മനസ്സിലായ ഒരു കുട്ടിയുടെ കൂടി ഒളിച്ചോടി പോയെന്ന്, ചാടിപ്പോയെന്ന്, എന്തൊക്കെ കഥകൾ നമുക്ക് കേട്ടത്, അതൊക്കെ എപ്പോഴും ഈ കല്ല് താഴത്ത് വീഴുന്ന ഒരു അനുഭവമാണ്. ആ സമയങ്ങളിൽ നമ്മൾ എന്താണ്, നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം എല്ലാ ഉത്തരം ശരിയാക്കുക എന്നുള്ളത് എന്റെ ജോലിയാണ്. അതുകൊണ്ട് ആരും തെറ്റുത്തരം ഇവിടെ പറയുന്നവർ ആർക്കും തെറ്റുത്തരം പറയാൻ പറ്റത്തില്ല. നമ്മുടെ സാധാരണ പ്രതികരണങ്ങൾ എന്താണ് ആ സമയത്ത്? അതോ എന്റെ ജീവിതം കട്ടപ്പോയായി പോയി എന്നുള്ളൊരു ജീവിതം? അങ്ങനെയല്ല. ശരിക്കും ഇതൊരു എഫേർട്ട് നമ്മൾ എടുക്കുന്നു. പക്ഷേ നമ്മൾ എത്ര സയന്റിഫിക് ആയിട്ടും എത്ര സൈക്കോളജിക്കൽ പരമായിട്ടുള്ള രീതിയിൽ നമ്മളെ പിള്ളേരെ വളർത്തിക്കൊണ്ട് വന്നാലും അവന് ശരിയാകണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും. അപ്പം ഇത് ഒരു ഞാണിമേക്കളിയാണ്. ചിലത് ഒക്കും, ചിലത് ഒക്കൂല. പക്ഷെ നമുക്ക് ഒക്കൂല എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലും കിട്ടുകളാൻ പറ്റും ഇല്ല. പക്ഷെ അപ്പം ഏറ്റവും ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പിള്ളേരുടെ വളർത്തലിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പേരന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ദൈവത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കണം. അതിനർത്ഥം ദൈവം മാത്രം തീരുമാനിച്ച കാര്യങ്ങളല്ല ഓർക്കുന്നത്, രാവിലെ മുതൽ പ്രാർത്ഥന മാത്രം മതി, നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയേണ്ടതല്ല. നമുക്ക് എടുക്കാനുള്ള എഫേർട്സ് ഒക്കെ നമ്മൾ എടുക്കുക. പക്ഷേ സംഗതി നമ്മൾ വിജയിച്ച രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് മനസ്സാവപ്പെട്ട് മരിക്കാൻ പോകാതെ തന്നെ നാരായണത്ത് ഭ്രാന്തനെ പോലെ ചിരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം കല്ലുരുട്ടിക്കേറ്റ് മേലോട്ട് കൊണ്ടുപോകണം. അത് ജീവിതകാലം വരെ, നമ്മൾ മരിക്കുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത് പാരന്റിങ്ങിൽ മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികളിലും അത് വളരെ ആവശ്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാരന്റിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ പ്രോസസ്സിൽ ദൈവത്തിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത, കാരണം എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് വളരണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും. അതല്ല, ഒരു സുഖസൗകര്യമില്ല, അപ്പനും അമ്മയും തരാൻ വേണ്ടി പല രീതിയിൽ നടക്കും, പക്ഷെ ആ കുട്ടികൾ ചിലപ്പോൾ നന്നായി വരും. ഇതെങ്ങനെ സംഭവിക്കും? ഇതിനൊന്നും നമുക്ക് സയൻസിലോ സയന്റിഫിക് റിസർച്ചിലോ ഒന്നും ഒരു പ്രൂഫ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കണക്ക് അവിടെ ഇല്ല. ഇത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഷെഫുകൾ ഓരോരോ ഡിഷസ് ഉണ്ടാക്കുന്ന പോലെയാണ്. അപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള പല ഷെഫുകളുണ്ട്. അവരൊരു നല്ല ഇവന്റിന് പോയി ചിലപ്പോൾ ഒരു ഷെഫ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ദിവസം ശരിയാകണം നിർബന്ധമില്ല. നമ്മുടെ കൂടുതൽ ആൾക്കാരും നമ്മുടെ അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും നന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡിഷ് ആയി, ഇറച്ചിക്കറി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ആയിക്കോട്ടെ, ചില ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേക കാര്യത്തിലൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നന്നാണ് നിർബന്ധം. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ അപ്പൊ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു കാര്യം ഉണ്ടായി ചിലപ്പോൾ ചെയ്യാം. അതെങ്ങനെയാണ്? ഇതിലൊക്കെ ഇതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളാണെന്നും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ സയന്റിഫിക് റിസർച്ചും സൈക്കോളജിക്കൽ ഇൻസൈറ്റും ഒന്നും കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളില്ലാതെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പൂർണ്ണമാകാനായിട്ട് സാധിക്കില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ ഉരുട്ടിക്കൊണ്ടുപോയി ഈ പ്രതീകം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ എല്ലാ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും നമ്മുടെ ജീവിതം എന്നും ഈ നാരായണത്ത് ഭ്രാന്തൻ വിളിക്കുന്നത് നാരായണത്ത് യോഗ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് മാറാം. ഈ ഒരു കല്ലുരുട്ടിക്കേറ്റ് മേറ്റിലാണെന്നും ഈ കല്ല് ഏത് സമയം വേണമെങ്കിലും താഴെ പോകാമെന്നും ആ കല്ല് താഴെ പോയാൽ അത് എന്തു ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ ജോലിയായിരിക്കും, നമ്മുടെ സൽപ്പേരായിരിക്കും, വേറെ എന്തുമായിട്ടും ആയിക്കോട്ടെ, അപ്പോഴും കൈകൊട്ടിച്ചിരിക്കാനാണ്. അതിന് നമ്മൾ ലെറ്റ് ഗോ എന്ന് പറയും. എന്തിനേയും വലിയ കുടുംബജീവിതത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കും, വലിയ പേര് പ്രസിദ്ധുള്ള ആൾക്കാർ ഒരു ദിവസം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. ആ ദിവസങ്ങളിലും നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉള്ള വിശ്വാസം കൂടി വീണ്ടും ഇത് ശരിയാകും, നാളെ നമുക്ക് തുടങ്ങാൻ പറ്റും
എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉണ്ടാകണം. അപ്പൊ ഈ പ്രതീകം ഒരിക്കലും മറന്നു ഒത്തിരി കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ എന്നാലും ഈ പ്രതീകം മറന്നു പോകാതെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി ഈ സ്ഥലം ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് പലരുടെയും മനസ്സിലൂടെ കുറച്ച് പേർക്ക് ഇരിക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി തുടങ്ങാം. ഈ ആക്ടിവിറ്റി എനിക്കൊരു 4 പേരെ വേണം. ആർക്ക് വേണമെങ്കിലും വരാം. ഏതെങ്കിലും 4 പേര്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആർക്കും തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അത് ശരിയാക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. എന്ത് പറഞ്ഞാലും അത് ശരിയാക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ തെറ്റ് ചെയ്യാനും പറ്റത്തില്ല, തെറ്റ് പറയാനും പറ്റില്ല. എല്ലാം ശരിയാണ്. ആരെങ്കിലും പോയി കുഴപ്പമില്ല, ഒന്നുമില്ല. ആരെങ്കിലും ഒക്കെ വരട്ടെ. ഞാനൊരു പേപ്പർ കഷ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പേരായി, ഒരാൾ കൂടി വേണേ. ആളുകൾ കഴിയുന്നാലും വരുന്നില്ലല്ലോ. ആരെങ്കിലും വരുന്നത് വാന്നേ ഉള്ള സ്ഥലം ഇപ്പൊ റെജി വരുവാണ്. റെജി വളർന്നൊരു ആഗ്രഹം. ഞാനൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ പേപ്പർ കൊണ്ട് ഇവിടെ ഏറ്റവും വലിയൊരു വൃത്തം ഉണ്ടാക്കാം. അത് കീറാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു സർക്കിൾ ഉണ്ടാക്കാം. ഏറ്റവും വലിയ ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സർക്കിൾ ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ആദ്യമേ ആദ്യമേ അപ്പൊ സിനിയിൽ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും സിനിയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് നെച്ചൂടി വലുതാക്കാവോ, അതിൽ എന്തെങ്കിലും ഭ്രൂഭംഗി വരുത്താവോ സിജി സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ചേച്ചി സിജി വർക്ക് ചെയ്തതിന് വേണ്ടി ഇച്ചിരി വർക്ക് ചെയ്യും. ഇതിനെല്ലാം ശേഷം ഫൈനലായിട്ട് നമ്മുടെ റെജി ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതിനൊരു കാര്യം മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരിൽ ഇത് കണ്ടോണ്ടിരിക്കണം. ഇതിനുശേഷം നമുക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ? ഈ പേപ്പർ കൊണ്ട് ഇത് കീറ പൊട്ടിക്കുക, എന്തുവേണം ഈ പേപ്പർ എന്തുവേണം നിങ്ങളുടെ പേപ്പർ. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ വൃത്തം സർക്കിൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. എല്ലാവരും ഇത് കണ്ടോണ്ടിരിക്കണതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് ചോദ്യങ്ങളുണ്ടാവും കേട്ടോ. ആരും ഇവിടെ തെറ്റുത്തരമോ തെറ്റായ ഒരു ആക്ടിവിറ്റി നടക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ 2 മണിക്കൂറിൽ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് മാത്രം ഇവിടെ നിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളതാണ്. ഓക്കെ, എന്തോ ഇല്ല ഇത് ഈ സ്ഥലം മൊത്തം ഇനിയിപ്പോ ഇവിടെ ഇല്ല, ഇവിടെ ആൾക്കാരൊക്കെ മാറ്റണമെങ്കിൽ അതിനുള്ള സൗകര്യം വരയ്ക്കുമല്ല, ഈ പേപ്പർ ഉണ്ടാക്കണം. പേപ്പർ കൊണ്ട് ഉണ്ടാക്കണം. ഇപ്പൊ ഞാനിപ്പോ സിനിക്ക് മനസ്സിലായില്ലേ, ഷിജിക്ക് മനസ്സിലായി സഹായിച്ചു. ഇപ്പൊ സഹായിച്ചു കഴിഞ്ഞാൽ ഷിജിയുടെ അവസരം പോകുന്നുള്ള കാര്യം ഓർക്കണം. കാരണം ഇപ്പൊ പുതിയ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഐഡിയ പറഞ്ഞു കൊടുക്കരുത്. നമുക്കതിന് മേളിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഒഴിച്ചിൽ വെച്ചേക്കണം നമുക്ക് വേണ്ടി. അതെ, അത്രയ്ക്ക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് സമയം കൂടെ പിടിക്കുന്നത് ചെയ്തു വരുമ്പോൾ നമുക്ക് 2 മണിക്കൂർ തീരും. അവര് പറയുന്ന അനുസരിച്ചിട്ട് സഹായിച്ചു കൊടുക്കും. ഐഡിയാസ് കൊടുക്കണ്ട, ജോലി വലുപ്പം പറയണം ചെയ്തു. ഈ അനീഷേട്ടന്റെ അവിടെ ഇരുന്ന് ഗൈഡ് ചെയ്യുന്നത്. അനീഷേട്ടൻ വേണം ഇവിടെ സെപ്പറേറ്റ് ഇടണം ഉണ്ടായിപ്പോ കിട്ടോ ഇല്ലെന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു കൊടുത്ത പോലെ ചെയ്തോ. കിട്ടോ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്ന് തെറ്റില്ല. ഈ 2 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് തെറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഉത്തരവാദിത്തമാണ്. പരീക്ഷയായിട്ട് ഇപ്പൊ ഗൈഡ് ചെയ്യണ്ട, അതിനുശേഷം ഇത് കഴിയുമ്പോ നമുക്ക് ഒരു ടാസ്ക് 2ാമത്തെ ചെയ്തോ. ചേട്ടാ വിട്ടുകളയല്ലേ, ഇങ്ങനെയായിട്ട് ചെയ്താലോ ചെയ്തത് പണി പോലെ വിട്ടോ അങ്ങോട്ടാക്കി കഴിഞ്ഞു.
കഴിഞ്ഞോ? അനീഷയുടെ നടക്കാതെ കഴിഞ്ഞോ? നിങ്ങളുടെ രണ്ടുപേരുടെ അറ്റൻഡ് കഴിഞ്ഞു. ഇതിനകത്ത് വല്ല ന്യായമാണ്. ഇത് വലുതാക്കാനോ ഇനി വേറെ എന്താണെന്ന് ചെയ്യണം? ആ ഫാൻ നോക്കി തരാം. ഇച്ചിരി ഇത് വലുതാക്കാനോ എന്റെ സർക്കിളിന്റെ ഷേപ്പ് ചെയ്തോ. പറയുന്നതിൽ കൂടുതൽ നമ്മളോട് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് കുറ്റം മനസ്സിലാവും. വേണ്ടോടെ ഞാൻ നിങ്ങൾ രണ്ടുപേരെ കഴിവിലേക്ക് നീക്കും. നിങ്ങളുടെ വിധി ദിവസമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പേടിക്കേണ്ടതല്ല. നിങ്ങൾ ചെയ്തെല്ലാം പെർഫെക്റ്റ് ആയിക്കോളാം. ഈ അനീഷയുടെ ഈ ആ ഫാൻ കൂടി നോക്കണം. ഇത് ഇവിടെ നമ്മുടെ അനീഷേട്ടാ അവര് നമ്മുടെ സർക്കിളിൽ അതിനകത്ത് വല്ല ചെയ്യണോ? ഇനി വലുതാക്കാൻ എല്ലാം ചെയ്ത് കാണാൻ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മള് അഭിപ്രായം പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് പറ്റിയത്. ജസ്റ്റ് വല്ലതും ചെയ്യണോ? ശരിയാ കാണിക്കാൻ പോകുന്നുണ്ട്. ചെയ്ത് അത് പുള്ളിയുടെ അഭിപ്രായം. ജസ്റ്റ് പറഞ്ഞ ഇതിനകത്ത് ചൂടിയൊക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ മനസ്സിലായി. ഇത് നമ്മൾ ചെയ്യുന്നതിന് വരെ നമ്മൾ പറഞ്ഞു. അതിന് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് ഇപ്പൊ രണ്ട് ഐഡിയാസ് നമ്മൾ പുതുതായിട്ട് വന്നു. ഇത് മൊത്തത്തിൽ ഒട്ടിയിരിക്കണം. ഇതിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് ഇച്ചിരി നല്ല രീതിയിൽ വൃത്താക്കി വൃത്തം തന്നെ ആക്കി മാറ്റാം എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് ആക്കുവാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു ഉത്തരവും തെറ്റില്ല. എല്ലാ ഉത്തരവും ശരിയായി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. മൈക്ക് പിടിച്ച് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു. എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും? വേണോ? മൈക്കില്ലാതെ പറഞ്ഞോ. പറഞ്ഞോ. ഓക്കെ, അപ്പൊ വീണ്ടും ഈ പേപ്പറുകളെ ഇച്ചൂടി ചെറുതാക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇച്ചൂടി വലിയ സർക്കിൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. പിന്നെ എന്തെങ്കിലും അതുകൊണ്ടാണ് ഇപ്പൊ ആ ചെയ്തതിനേലും ഇച്ചൂടി കുറച്ച് വേണം. അപ്പൊ ഞാനേ ഇത് കഴിഞ്ഞു. ഇതിന്റെ പരിപാടി തീർന്നു. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ ഈ ചുമ്മാതെ ഒരു കാര്യം ഇതിപ്പോ ചെയ്തതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും രാവിലെ ഈ കുർബാനയെ കഴിഞ്ഞ് വന്നിട്ട് വർക്ക് ഉണ്ടായി കളിക്കാനല്ല നമ്മൾ വന്നത്. അപ്പൊ ഇത് നമ്മൾ എന്തിനായിരിക്കും ഈ കാര്യം ചെയ്തത്? പറഞ്ഞു സ്നേഹം പറയാനായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഈ സാധനം ചെയ്തത്? പറഞ്ഞു. ഒരു ഉത്തരവും തെറ്റില്ല. എല്ലാ ഉത്തരവും ശരിയാണ്. എല്ലാ ഉത്തരവും ആരെന്ത് പറഞ്ഞാലും ശരിയാക്കാന്നുള്ള എന്തുകൊണ്ട് അത് പേടിക്കണം. പറഞ്ഞു പറഞ്ഞു സ്നേഹം ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മുടെ മൈൻഡ് സെറ്റ്, അതായത് നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് നമുക്ക് എത്ര വലുതായിട്ട് വേണമെങ്കിലും അത് എക്സ്പാൻഡ് ചെയ്യാം. അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതൊരു വളരെ നല്ലൊരു പോയിന്റാണ്. വേറെ എന്താണ് നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഈ സാധനം രാവിലെ നിങ്ങൾ കുർബാന കഴിഞ്ഞ് ഇവിടെ വൃത്തം ഉണ്ടാക്കി കളിപ്പിക്കാനാണ്? അതും പേരൻസും ഇന്റഗ്രേറ്റിംഗ് ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ് രാവിലെ പേപ്പർ വെട്ടി കളിക്കും. എന്തായിരിക്കാം? എനിക്ക് കിട്ടുന്ന അജണ്ട ഉണ്ടെന്നാണ്. ശരിക്കും ഇവിടുന്ന് അതിനുണ്ട്. അത് കഴിയുമ്പോൾ റിവീൽ ചെയ്യാം. അതുകൊണ്ടാണെന്ന് തോന്നി വരുന്നു. പിന്നെ വേറെ എന്ത് ഇൻസൈറ്റ്സ്? എല്ലാ കാര്യത്തിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യത. നമ്മൾ തുടങ്ങിയ സമയത്ത് മറ്റേ സിനി തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷിജി വന്ന് സഹായിച്ചു കൊടുത്തു. രൺസിറ്റേക്ക് കൂടി അതിനിടയിൽ അനീഷേട്ടൻ ഒത്തിരി ഐഡിയ പറഞ്ഞു. വേറെ പലരുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും പോയി. അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞ ശരിയാവോ എന്നുള്ള ഒരു പേടി കൊണ്ട് നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് പെർസ്പെക്റ്റീവ് ഉണ്ടാകാം. ചിലപ്പം നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ അത് തെറ്റായിരിക്കും, ഞാനിങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ പല പ്രാവശ്യവും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഒരിക്കലും തുറന്നു
ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും എന്തെങ്കിലും ആ മെസ്സേജ് എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്തിരിക്കുന്നത് അത് ഇപ്പോൾ അനീഷായിട്ട് പറഞ്ഞാൽ ഇതിനൊരു ഹിഡൻ അജണ്ട ഉണ്ട്. അപ്പൊ സാറ് പറയുവാണ് അത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മെസ്സേജ് എന്താണെന്നാണ്. അപ്പോൾ ഇതിലൂടെ സാറ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിത് ചെയ്തത് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ആ മെസ്സേജ് എന്താണെന്ന് സാറിന് എന്തെങ്കിലും അഭിപ്രായമാണ്? ഒരു മെസ്സേജ് അല്ല, മൾട്ടിപ്പിൾ മെസ്സേജുകളുണ്ട് ഇഷ്ടംപോലെ. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു കാഴ്ചയോ ഉൾക്കാഴ്ചയോ എന്താണ്, എന്തൊരു സാധനം കണ്ടാലും അതിനെ ഏത് രീതിയിൽ നമുക്ക് നന്മപ്രദമായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ റാഷണലൈസേഷൻ എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ശരിയാണെന്ന് നമ്മുടെ മനസ്സിലൂടെ തന്നെ നമ്മൾ തന്നെ പറഞ്ഞ് ശരിയാക്കും. വേറെ ആൾ നമ്മൾ പറയും നീ അത് ചെയ്തത് ശരിയായി, അല്ല ഞാനത് ചെയ്തതിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് പറയാനുള്ള ഏറ്റവും കൂടുതൽ കഴിവുള്ള വ്യക്തിയാണ് മനുഷ്യൻ. അപ്പോൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ അത് നമുക്ക് നല്ലതിനാകാൻ, ചിലപ്പോൾ ചീത്തയാകാൻ മനസ്സിന്റെ ഒരു ഏറ്റവും വലിയൊരു കഴിവാണ് ഇങ്ങനെ റാഷണലൈസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും നമ്മളത് അതൊന്നും ഔട്ടായി പോകാതെ വേറെ എന്തെങ്കിലും ഈ ആക്ടിവിറ്റിയെ കുറിച്ച് പറയാനോ? ഒരു ഉത്തരം കൂടി കേട്ടതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയുള്ളൂ. യെസ് ആർ. ഏതൊരു ആക്ടിവിറ്റി ചെയ്താലും അതിനൊരു ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു പെർഫെക്റ്റ്, നമ്മൾ തുടങ്ങിയതൊരു ഒരു പാത്രക്കാരൻ പശുവിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. എത്ര ബെസ്റ്റ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാലും അതിനകത്ത് വീണ്ടും എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. ഓക്കെ, ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ കുട്ടികളെ വളർത്തുന്നതിൽ ഈ ഒരു ആക്ടിവിറ്റിക്ക് ഒത്തിരി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ പേപ്പർ കഷ്ണങ്ങൾ ചെറുതായിരുന്നെങ്കിൽ വട്ടം കൂടുതൽ വലുതാക്കാനായിട്ട് നമുക്ക് പറ്റും. വേറൊരു കാര്യം, ആ പേപ്പർ കഷ്ണങ്ങൾ തമ്മിലുള്ള അകലം ഇച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ സർക്കിൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ പേപ്പർ കഷ്ണങ്ങളുടെ അകലം കൂടുന്തോറും അല്ലെങ്കിൽ പേപ്പർ കഷ്ണങ്ങളുടെ സൈസ് കുറയും തോറും അത് വട്ടമായി തന്നെ നിലനിർത്താനായിട്ട് നമുക്ക് ഒത്തിരി കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. മനസ്സിലായി? 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മനസ്സിലായി? ഒന്ന്, ഈ പേപ്പർ കഷ്ണങ്ങൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലിയ സർക്കിൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. 2, ഈ പേപ്പർ കഷ്ണങ്ങൾ തമ്മിലുള്ള അകലം എത്രത്തോളം കൂടുതലാണോ അത്രയും വലിയ സർക്കിൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പേപ്പർ കഷ്ണങ്ങളുടെ സൈസ് ചെറുതാകുന്നതിനോടനുസരിച്ചും ഇത് തമ്മിലുള്ള അകലം കൂടുന്നതിനനുസരിച്ച് അത് വൃത്താകൃതിയിൽ തന്നെ നിലനിർത്തുന്നതിനും നമുക്ക് ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരും. ഈ 3 കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെയാണ് പാരന്റിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. ഈ കീറുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ ഡിസിപ്ലിൻ ചെയ്യുന്ന ആസ്പെക്ട് ആകാം, അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊടുക്കുന്നതിലാകാം. നമുക്ക് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണ് ഈ കംഫർട്ട് സോൺ? നമ്മൾ പലരും ഉത്തരം പറയാതിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും വളരാൻ പറ്റും. നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്നതിനുള്ള മെയിൻ കാരണം എന്താണ്? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ഇത് കേൾക്കുമ്പോൾ എൻ്റെ അയലോകത്തിരിക്കുന്നവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ ഫേസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ചെറുതായിട്ട് പേപ്പറുകളെ മുറിക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ കുട്ടികളെ അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് നമ്മൾ അവരെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് പേപ്പർ മുറി എന്നതിനെ കുറിച്ചൊരു ഭാഗമായിട്ട്. ഈ അകലം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് തമ്മിലുള്ള അകലം കൂടുതലായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേക പൊസസീവ്നെസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ കളിക്കുന്നതായിരിക്കും, സ്കൂളിലായിരിക്കും, അമ്മമാരാണെങ്കിൽ അപ്പന്മാരാണെങ്കിൽ അവരുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്? നമ്മുടെ പിള്ളേരോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അവരുടെ കൂട്ടത്തിലൊക്കെ പോകുന്നവരൊക്കെ നല്ലതായിരുന്നു, എന്റെ ദൈവം എനിക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം നമ്മളെപ്പോഴും അവരെ നമ്മുടെ കൈവട്ടത്തിനകത്ത് തന്നെ നിർത്താനായിട്ട് ശ്രമിക്കും. ആ ചെറുക്കൻ സൈക്കിളിൽ വെറുതെ ഉരുട്ടി വീണാളും ഇന്ന് രാവിലെ എവിടേക്കാണ് പോയിരിക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ അവരെ നമ്മുടെ കൈവട്ടത്തിൽ നിന്ന് ഇച്ചിരി ദൂരത്തോട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വളരാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും ഒക്കെ കൂടുതലുണ്ട്. നമ്മൾ എപ്പോഴും അവരെ നമ്മുടെ അടുത്തോട്ട് തന്നെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും. ഇത് രണ്ടുമാണ് പേരന്റിംഗിൽ ഈ ആക്ടിവിറ്റിയോട് പറയാനുള്ളത്. പക്ഷേ ഈ സൈസ് ചെറുതാകുമ്പോഴും ഈ വട്ടം വലുതാകുമ്പോഴും ഇവരെ വൃത്താകൃതിയിൽ തന്നെ നിർത്തുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവരെ കംഫർട്ട് ലെവലിൽ നിന്ന് കീറി 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 പറഞ്ഞു പോകുമ്പോഴത്തേക്കും ആ കീറല് അവരെ ബ്രേക്ക് ചെയ്യാതെ, അതായത് വളയ്ക്കാം പക്ഷെ പൊടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സീൻ. നമ്മൾ കൊടുക്കുന്ന
പുറത്തെടുക്കുന്നത് ചിലപ്പോൾ അവര് വീണ്ടും അത് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു ശ്രമത്തിലോട്ടാണോ എന്ന് പറ്റത്തില്ല. അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഇതൊന്നും നമുക്ക് എല്ലാവർക്കും ആസ്പദമാണെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാരെ നമുക്ക് നല്ല രീതിയിൽ വളയ്ക്കാം, അവർ ഒഴിയത്തില്ല. ചില ആൾക്കാർ ഇച്ചിരി വളയ്ക്കുമ്പോൾ അവർ ഒഴിഞ്ഞു പോകും. നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് നമുക്ക് എന്തുമാത്രം വളയ്ക്കാം, ഒടിയാതെ എന്തുമാത്രം വളയ്ക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കൈകളിൽ നിന്ന് എന്തുമാത്രം ദൂരത്ത് നമ്മുടെ കുട്ടികളാകാം എന്ന് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്താൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറ്റത്തില്ല. വലിയൊരു അഭ്യാസിയായി മാറുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ, അപ്പൊ കുഞ്ഞുനാളെ മുതലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എടുപ്പാവും. അതിന്റെ അർത്ഥം ഇതേവരെ നമ്മൾ ചെയ്തില്ലല്ലോ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതല്ല. നമ്മളിപ്പോ ഇത്രയും വളർന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് നമ്മുടെ നാടിന്റെ വളർച്ചയുടെ ഒരു കാര്യമാണെന്ന് പറയാനുള്ള കാരണം നമ്മളിപ്പോ പേരൻസ് ആയി. അതിന്റെ അർത്ഥം നമ്മളും ചില ആൾക്കാരുടെ കുട്ടികളാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മളും ആ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കാം. കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ, നമ്മളെ തന്നെയും, നമ്മൾ ഈ കുട്ടികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ കാര്യം കൂടി ഓർക്കണം കേട്ടോ. ഞാനിപ്പോൾ പറയാൻ മറന്നു പോയെങ്കിൽ, നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. 2, ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് നമ്മളുടെ ഈ അകലം സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം ഇന്ന് ഞാൻ ഇത് ചെയ്തു, നാളെ മറ്റേത് കുറേശ്ശെ അകലെ ചൂടി കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഞ്ച് ചൂടി വലുതാവും. അപ്പൊ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മാതാപിതാക്കളെന്നുള്ള രീതിയിൽ നമ്മൾ ചൂടിയൊക്കെ നമ്മുടെ തലച്ചോറൊക്കെ നല്ല രീതിയിൽ വികസിച്ച ആൾക്കാരായതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാരെ നോക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഈ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴത്തേക്കും നമുക്ക് ചൂടിയൊക്കെ അവർ ഇങ്ങനെ ഒരു കാര്യം അവരെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അത് അവർ സക്സീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ചൂടിയൊക്കെ ചിന്താഗതി ഉണ്ടാവേണ്ടത് ആവശ്യം. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാകാതെ പോയതോ അതോ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? ഈ സാധനം അവിടെ ഈ വന്നു പോകുന്നതിന് നമുക്ക് പറയേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് വരാൻ വേണ്ടിയുള്ള സഹായമുണ്ട്. കയ്യിൽ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പ്രത്യേക ഘടകമായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ കാര്യം? പല കുട്ടികളെയും കോവിഡിന് മുമ്പ് ആ ചെറുക്കിനൊരു കുഴപ്പമില്ല, അവർക്ക് നല്ലോണം പഠിക്കുന്ന പഠിച്ചായിരുന്നു. അതിന് ശേഷം എന്താ ഈ കോവിഡാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. പറഞ്ഞു അതൊക്കെ പറയാം. ഞാൻ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് പറയുമ്പോൾ എനിക്ക് തൽക്കാലം പറയാൻ പേടില്ല. ഓൺലൈൻ വിദ്യാഭ്യാസം പിള്ളേരിൽ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കിയെന്നാണ് ദീപ പറയണത്. അപ്പം എന്തായിരിക്കും ഈ ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ശരിക്കുള്ള കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണ്? ഔട്ട്സൈഡ് ആക്ടിവിറ്റി, സോഷ്യൽ ആക്ടിവിറ്റി. ഈ സോഷ്യൽ ആക്ടിവിറ്റി എന്തിനാണ് നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. സോഷ്യൽ ആക്ടിവിറ്റി എന്താണ്? സോഷ്യൽ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പുതിയ പുതിയ ആൾക്കാരെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ പ്രയോജനമുണ്ട്. പക്ഷെ പല സമയങ്ങളിലും കുട്ടികളോട് നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് പറയാനുള്ള കാര്യം എന്താണ്? കുത്തിയിരുന്ന് പഠിയടാ, പഠിക്കടി. നമ്മൾ നാളെ ഇടാൻ പോയി 2 കൂട്ടുകാരെ ഉണ്ടാക്കണം. നമ്മൾ ആരെങ്കിലും പിള്ളേരെ വഴക്ക് പറയുന്ന മാതാപിതാക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ ഞാൻ വളരെ ചുരുക്കിയിട്ട് ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരിയൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കാനാണ്. അപ്പൊ എന്റെ മാതാപിതാക്കൾ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല, അപ്പൊ ഇച്ചിരി കളിച്ചിട്ട് വേണം മകനെ എന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്നുള്ളതല്ല. അത് നമ്മൾ ഇതിനെക്കുറിച്ചുകൂടി കഴിഞ്ഞ് സംസാരിക്കാം. അപ്പൊ ഈ ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതിലൂടെ പിള്ളേർക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ആർക്കും ഇതിനഭിപ്രായമില്ലല്ലോ. ഈ ആൾക്കാരോട് ഇടപഴകുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഓരോരുത്തരും എല്ലാവർക്കും എനിക്ക് പറയും. ഇപ്പൊ എനിക്ക് അപ്പം ചിലപ്പം ഇടപഴകൽ കൂടുതലായാലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഗ്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില കുഴപ്പമില്ല. ഏത് ഗ്രൂപ്പിൽ പോയാൽ കുഴപ്പമുണ്ടാകുന്നു? ചില ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ എന്നാലും ഞാൻ മനസ്സിലായി. ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് പിള്ളേര് പോകുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതെന്ന്? എനിക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു വീണ്ടും നമ്മുടെ ഈ സർക്കിളിലോട് ഞാൻ വീണ്ടും തിരിച്ചു വരില്ലേ, അത് നമുക്ക് വളരെ വേണ്ടതായിട്ടില്ല. അപ്പൊ നമ്മള് ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പിള്ളേരെ അവന്റെ കൂടുതൽ പോയാൽ ശരിയാക്കില്ല, അവരുടെ കൂടുതൽ പോകണം, ആ ഗ്രൂപ്പിലോട്ട് പോകണം, ആ സൈഡിലുള്ള പിള്ളേരോട് പോവുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട്. അതും ഈ കംഫർട്ട് സോണിൽ
കുറ്റക്കേടുണ്ടോ? പറഞ്ഞോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ചില ഗ്രൂപ്പിലോട്ട് വിടുന്നതിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതാ ചോദിച്ചു, അങ്ങനെ വിടണോ വേണ്ടോ? സോഷ്യൽ സ്കിൽസ് നല്ലതാണെന്നാണ് തോമസ് സാറ് പറയുന്നത് നമ്മുടെ സർക്കിളിൽ മാത്രം നിർത്തിയാൽ, നമ്മുടെ സർക്കിളിൽ മാത്രം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സർക്കിളിൽ നിന്ന് ടോട്ടൽ ഇതിപ്പോ ഈ സർക്കിൾ അല്ല അപ്പുറ സർക്കിളും അല്ല, അതിന്റെ അപ്പുറ സർക്കിളോട് പിള്ളേരെ വിടണോ വേണ്ടോ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് ഇത് പൊട്ടിച്ച് പൊടിച്ച് വലുതാക്കി വിടുന്നത് നല്ലതെന്ന് പറഞ്ഞു, അകലെ പോകണം നല്ലതെന്ന് പറഞ്ഞു. ഇപ്പൊ പറയാ വേണ്ട, നമ്മുടെ സർക്കിളിലൊക്കെ തന്നെ നിർത്തിയാൽ മതി. അതും എനിക്ക് ഇച്ചിരി പ്രോബ്ലം ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എന്നാലും ഞാൻ പറയാം, ഇതേ നമ്മുടെ കൈ എത്തുന്ന ദൂരത്തായിരിക്കണം, അതിൽ നിന്ന് അപ്പുറത്തോട്ട് വേണ്ട. അത് ശരിയാണോ? നമ്മൾ സർക്കിൾ ഉണ്ടാക്കി പറഞ്ഞ അകലം കൂടുന്നതോറും വികാസം കൂടുമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഇതിലെല്ലാത്തിനും കാര്യമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് നമ്മുടെ മനസ്സിനെ ഒരു ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സാറ് പറയുവാണ്, ഓരോരുത്തരുടെ ഏജിനനുസരിച്ചിട്ട് അവർക്ക് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കും വേറെ ഗ്രൂപ്പുകളിലോട്ട് വിടാം, അകലം വെച്ചിട്ട് കൂടാം. അതൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇച്ചൂടി അറിയാവുന്നതാകുമ്പോഴത്തേക്കും അതിനൊരു ഇതുണ്ടാകും. ഏത് പ്രായത്തിലാണ് നമുക്ക് പിള്ളേരെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റുന്നത്? 10 കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവരെ വെറുതെ വിട്ടേക്കാവും. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിള്ളേരോട് പറയാൻ പറ്റിയാണ് എന്റെ ഡെഫിനിഷൻ ഓഫ് പിള്ളേര്. നമ്മളെല്ലാവരും പിള്ളേരെന്നാണ് തുടങ്ങിയത്, അത് മറക്കരുത്. നമ്മളെപ്പോഴും പിള്ളേരാണ്. അല്ലല്ല, നമ്മുടെ വളർച്ച ആ കലം മനസ്സിലിരിക്കണം. പ്രതീകം കലം ഇതേവരെ പൂർണ്ണമായിട്ടില്ല, കലം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലല്ലേ? അപ്പൊ നല്ല കലമാണെന്നുണ്ടെങ്കിൽ മരിക്കുന്നവരെ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായി? അപ്പൊ ഏത് പ്രായത്തിലാണ് നമുക്ക് കയ്യിൽ നിന്ന് വിടാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് വേറെ ഞാൻ വരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പല സ്ഥലത്തുനിന്ന് കേൾക്കും. അവിടെ പല കാര്യങ്ങളും ചിലപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മള് ആഹാരത്തെ കുറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പറയും, ഇപ്പൊ നേരത്തെ ആഹാരം കഴിക്കുന്നതാണ് നല്ലത്, താമസിച്ച ആഹാരം കഴിച്ചാൽ മതി, വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ, അല്ല നോൺ വെജിറ്റേറിയൻ കൂടുതൽ. ഇന്നത്തെ കാലത്ത് നമ്മുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയും യൂട്യൂബും ഉള്ള സമയത്ത് എല്ലാവരും എക്സ്പേർട്സ് ആണ്. അപ്പം എല്ലാത്തിനകത്തും നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് എന്താണ് നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മൾ മാത്രമാണ്. അതായത് അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ പറ്റുന്നത്, ഏറ്റവും ആദ്യമേ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റുന്നത് നമ്മളാണ്. രണ്ടാമത് നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ളവർ നമ്മളാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാകണം. ലോകം മുഴുവനും പറയും രാവിലെ എഴുന്നേക്കുന്നത് വൈകുന്നേരം, പക്ഷെ ചിലപ്പോൾ എന്റെ ബോഡി സ്ട്രക്ചർ എന്താണ് പറ്റുക എന്നുള്ളത് ഞാൻ ചിന്തിച്ച് എനിക്ക് വേണ്ടി തന്നെ ഒരു തീരുമാനമെടുത്ത് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ. അല്ല കരക്കര ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് പോയി ചാടി കഴിഞ്ഞ് നിർബന്ധമില്ല. അപ്പൊ പലരും പല കാര്യങ്ങളും പറയും. അപ്പോ അത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ പ്രസംഗ സമയത്ത് പറഞ്ഞില്ലേ, സ്റ്റാഗ്നേഷനായി പോകാതെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയുക, അത് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ വർക്കൗട്ട് ആവും, ചിലപ്പോൾ വർക്കൗട്ട് ആകില്ല. പക്ഷെ അത് ട്രൈ ചെയ്യാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കാമെന്ന് തോന്നുന്നു. രണ്ട്, നമുക്ക് ഫിറ്റ് ആകുന്ന എന്താണെന്നുള്ളത് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് ഈ സയന്റിഫിക് പ്രിൻസിപ്പിൾ, ഈ കാര്യങ്ങളൊന്നും വീണ്ടും തിരിച്ചു പോവുക. ദൈവം തമ്മിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു അതും നമ്മുടെ മനസ്സിനോട് വീണ്ടും വേണം. പിന്നെ ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ മിസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രായത്തിലും അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ അറിവിനനുസരിച്ചിട്ടും നമ്മുടെ കുട്ടികളെ ഓരോ രീതിയിലേക്ക് വിടുന്നതാണ്. അത് ആർക്കാണ് എന്താണ് എന്തുമാത്രം ചെയ്യാൻ പറ്റുന്നതും ഡിഫൈൻഡ് ആയിട്ടുള്ള ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എററാണ്. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ ചിലത് ഒക്കും, ചിലത് ഒക്കൂല. ഒക്കുന്നത് വീണ്ടും വീണ്ടും ചെയ്യാം, നോക്കാത്തത് ഒരു കാര്യത്തിലൂടെ അത് തന്നെ കൃത്യം. അതായത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങാവല അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാം. പക്ഷെ ട്രൈ ചെയ്തൊന്നും കൊണ്ട് കയ്യാലപ്പുറത്തേക്ക് തേങ്ങാവലയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയാലെന്ന് വിട്ടുകളയരുത്. പുതുതായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രത്യേക രീതിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പറയാൻ ഇങ്ങോട്ട് പറയാം. പക്ഷെ ഇതിനെല്ലാത്തിനും ശേഷം നമ്മൾ ഈ എഫേർട്ട് എല്ലാം എടുത്തതിന് ശേഷം എന്റെ എഫേർട്ട് മുഴുവൻ വെറുതെ പോയല്ലോ, നിരാശപ്പെട്ടു പോയി ആത്മഹത്യോ എന്റെ ജീവിതം കട്ടപ്പോൾ നിരാശപ്പെട്ടു വരിക, അങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല. ഇതെല്ലാം ഒരു എഫേർട്ടാണ്. ആ എഫേർട്ടിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. ഈ കോവിഡിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്ത സയന്റിഫിക് റിസർച്ച്, ഇപ്പം നമ്മൾ സയന്റിഫിക് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇത് ചെയ്യുന്നതിലും കാര്യമുണ്ട്. അവർ മൾട്ടിപ്പിൾ ആയിട്ട് പല ആൾക്കാരും പഠിച്ചതിന് ശേഷം
ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് 10നും 15നും ഇടയ്ക്ക് പ്രായമുണ്ടായിരുന്നു. അതായത് കോവിഡ് സമയത്ത് 10നും 15നും വയസ്സിൽ പ്രായമുണ്ടായിരുന്ന കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്തത്. അതിന് കാരണം ആ സമയത്താണ് അവർക്ക് കൂടുതൽ ഫ്രണ്ട്സ്. അതുവരെയുള്ള സമയത്തൊക്കെ നമ്മുടെ വീട്ടിലും അപ്പനും അമ്മയൊക്കെ അവർക്ക് വലിയ ഹീറോസ് ഒക്കെ ആയിരുന്ന സമയമാണ്. അതിനുശേഷമാണ് അവരുടെ സോഷ്യൽ സ്കിൽസ് ഒക്കെ അവർ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. ആ സമയത്ത് 2-3 വർഷം വീട്ടിലിരിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർക്ക് വലിയൊരു പ്രോബ്ലം അതിൽ നിന്ന് സോഷ്യൽ ആൻസൈറ്റി എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. സോഷ്യൽ ആൻസൈറ്റിയുടെ ഒക്കെ മലയാളം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് ചില കുട്ടികൾ സാമൂഹ്യമാർക്ക്, അതായത് ഈ സാമൂഹ്യമാർക്കട്ടെ വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു വാക്കാണ്. അപ്പം ചില ആൾക്കാർക്ക്, ചില കുട്ടികൾക്ക് അവർക്ക് കളിക്കാനൊന്നും പോകാണ്ട് അവർക്കൊരു ഫോണോ കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാതെ കുത്തിയിരുന്നുകൊണ്ട് മണിക്കൂറുകളോളം അവരുടെ ഇരിക്കും. നമ്മളൊന്ന് കളിക്കാൻ പെട്ടത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോകാൻ നമുക്കൊരു അതൊന്നും നമ്മളൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഫോണും ടി വി ഒന്നും മാത്രമേ ഇല്ലായിരുന്ന, ടി വിയിലൊക്കെ ഉണ്ടായിരുന്നാലും പക്ഷെ സ്വന്തമായിട്ട് ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അതൊക്കെ നമ്മുടെ സോഷ്യൽ സ്കിൽസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ പുതിയ കുട്ടികൾ അവർക്ക് മണിക്കൂറുകളോളം ആഹാരം വേണ്ട, ഒന്നും വേണ്ട, മണിക്കൂറുകളോളം അവർ കുത്തിയിരിക്കും ഈ ഫോണിൽ. അത് അതിലൂടെ നമ്മൾ ചുരുമ്പ് പറഞ്ഞ് നമ്മുടെ സോഷ്യൽ സ്കിൽസ്. അപ്പൊ നമ്മൾ മാനവർക്ക് വരുത്തി ഇപ്പൊ നമ്മുടെ കുട്ടി ചിലപ്പോൾ അവൻ ജോലി ചെയ്യാൻ പറഞ്ഞതായിരിക്കും 24 മണിക്കൂർ ഓൺലൈൻ ജോലിയാണ്, അവൻ പുറത്തൊന്നും പോകുന്നില്ല, ആരോടും ഇന്ററാക്ട് ചെയ്യുന്നില്ല, അവരുടെ കുട്ടികൾ എല്ലാ പരിപാടിയും ഓൺലൈനിൽ കൂടി തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മാതാപിതാക്കന്മാർ അവർ ജോലി ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ അവരോട് ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്, അവരെങ്ങനെ പോകുന്നുണ്ട്, എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇത് നിങ്ങൾക്ക് എല്ലാം അറിയുള്ള ഒരു കാര്യമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ സമയത്ത് 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് ഇത് വളരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രോബ്ലങ്ങൾക്കും ഒരു കാരണം, ഇപ്പൊ എല്ലാ കാരണവും നമുക്ക് അറിയുന്നില്ല, അതിൽ ഒരു കാരണം അതാകാൻ മാറും. പിന്നെ ഇനി അടുത്ത ആഴ്ച നമ്മൾ കുട്ടികളെ സ്പെഷ്യലായിട്ട് കൗൺസിൽ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടികളുണ്ട്. അപ്പൊ ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന കുട്ടികൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവരോട് അവൻ ചെയ്യാതെ അവൻ എന്നോട് വഴക്കാണ്, അടി ചെയ്ത് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല, ചെയ്യുന്നില്ല, ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരും ഒരു വലിയ ആൻസൈറ്റിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ആരെങ്കിലും ഒരാൾ, നമ്മൾ ഇപ്പൊ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഒരാൾ നമ്മളെ കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടുള്ള ഒരു അപ്രോച്ച് എന്തായിരിക്കും? അപ്പൊ നമ്മൾ വഴക്ക് പറയുമ്പോഴും നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള ഏത് രൂപമായിരിക്കും അവരുടെ മനസ്സിലേക്ക് ഫോം ചെയ്തിരിക്കുന്നതെന്ന് കൂടി ചിന്തിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അതിന്റെ അർത്ഥം വഴക്ക് പറയരുതെന്നോ അടിക്കരുതെന്നോ ഇരിക്കുന്നോ ഇത് ഏത് സമയത്ത് നമ്മൾ എന്താണ്, നമ്മൾ എപ്പോഴെങ്കിലും അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ, അതോ ഏത് സമയടാ പഠിക്കടാ ഇരിക്കടാ ചെയ്യടാ അതൊക്കെ തന്നെയാണോ, അതോ അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പെർഫെക്റ്റ് ആകാതെ പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ എത്തുന്നത്? ശശി തരൂരിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശശി തരൂരിന്റെ അമ്മയെ കുറിച്ച് ശശി തരൂർ എപ്പോഴും പറയുന്ന ഒരു വാദം ഇതാണ്. ശശി തരൂർ എപ്പോഴും സ്കൂളിൽ ഫസ്റ്റ് ഒക്കെ കിട്ടി വരുമായിരുന്നു, പക്ഷെ എത്ര ഫസ്റ്റ് കിട്ടിക്കൊണ്ട് വന്നാലും അമ്മ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആണ്. കേട്ടല്ലോ, പുള്ളി പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ 100 മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാലും അമ്മയുടെ ചിന്ത അവർ പൂർണ്ണമായിട്ട് കൊടുത്തില്ല. അപ്പൊ ഇങ്ങനെ ഈ കോവിഡിന് ശേഷം അവർ ഫേസ് ചെയ്യുന്ന പല ആൻസിറ്റികളെ കുറിച്ച് നമ്മൾ അവരാണ്. എന്തുകൊണ്ടാണ് നമ്മളൊരു കുട്ടി നമ്മളോട് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നൊക്കെ ഈ സമയം എടുത്ത് ചിന്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല, ഈ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിനോട് പറയാം. ഇനി ഈ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഒരു സാധനം. എന്റെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഞാൻ എന്റെ കുട്ടിയുടെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ എങ്ങനെ പറയും. സൈക്കോളജിസ്റ്റുകളാകും സയന്റിസ്റ്റുകളാകും പറഞ്ഞ് പല ആൾക്കാരും പല തിയറി കൊണ്ടുവരും. അതൊന്നും 100% ഒന്നിനും ഒരു ഉറപ്പില്ല. അവര് എത്രയും പേര് ചെയ്ത സ്റ്റഡിയിൽ ഇത് ഇങ്ങനെയാണ്, നാളെ വേറെ ആളൊന്നും സ്റ്റഡി അങ്ങനെയല്ല അതിങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ മാറി. ഇപ്പൊ പല സ്റ്റഡികളും നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റഡികളെ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. അപ്പം ഈ ഹ്യൂമൻ മൈൻഡ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിതിനെ മനസ്സിലാക്കാതിരിക്കുന്നത് ശരിയല്ല. എന്താണ് ഈ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം? എന്താണ് ശരിക്കും മൈൻഡ് മനസ്സെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു എല്ലാ ഉത്തരം ശരിയാ, ആർക്കും പറയാം. എന്താണ് ഈ ഹ്യൂമൻ മൈൻഡ് മനസ്സിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ? എന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും പറ. നമ്മുടെ ആഗ്രഹങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്, ശരിയാണ്. വേറെ എന്തൊക്കെയുണ്ട്? നമ്മുടെ ചിന്തകൾ. ഓക്കെ, പിന്നെ എന്തുണ്ട്? ഓക്കെ, അപ്പോൾ ഇത് വളരെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. ഏകാഗ്രമായിട്ട് അത് മനസ്സിനെ കൺട്രോൾ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഏഞ്ചൽ നമ്മളിൽ പ്രായപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളിൽ പറയുന്നത് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്കും അറിയാം കൺട്രോൾ ചെയ്യാൻ എളുപ്പമുള്ള കാര്യം. നമ്മൾ പറയുമ്പോഴും
നമുക്ക് പറയുന്നത്ര കൺട്രോൾ ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല എന്ന്. പക്ഷെ എന്നാലും ചില സൈക്കോളജിസ്റ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നൊക്കെ പറയും. പിന്നെ ഈ എന്താ ഈ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്ന സാധനം ഇതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പറഞ്ഞു ഈ പറഞ്ഞെല്ലാം ശരിയാ, തെറ്റുത്തരം ആരും പറയാൻ പറ്റില്ല, എല്ലാ ഉത്തരം ശരിയായി പറഞ്ഞു. നമുക്ക് സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ മനസ്സിന് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും മനസ്സിന് പ്രഷർ കൊടുക്കുന്നോ സ്ട്രെസ് കൊടുക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മൈൻഡിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ പരിപാടിയല്ല. ഓരോ മൈൻഡും ഓരോ പ്രത്യേക രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ സെൽസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് നമ്മൾ ഏതാണ്ട് 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഫോൺ ചെയ്തെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിലർ പറയും. പക്ഷേ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഹ്യൂമൻ സൈക്കോളജിയിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതിനർത്ഥം നമ്മൾ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുമ്പോഴും കുട്ടികൾ 3 വരെയുള്ള സമയത്തും നമ്മുടെ ബ്രെയിൻ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യപ്പെടും എന്ന് നമ്മൾ സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയപ്പെടുന്ന ഒരു സാധനമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ സാധനത്തെ കേട്ടിട്ടുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു സാധനത്തെ കേട്ടിട്ടുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ ഇച്ചിരി വലിക്കുവാണെങ്കിൽ ഇച്ചിരി വലുതാവും, കുറച്ചുകൂടി വലിക്കുവാണെങ്കിൽ ഇച്ചിരി വലുതാവും, കുറച്ചുകൂടി വലിക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയുടെ ഒക്കെ വളരെ കുറച്ച് ശതമാനം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് പല രീതിയിലുള്ള ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയിലൂടെയും നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി നമുക്ക് വളർത്താമെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അത് ശരിയാണോ ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യം. നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം, നമ്മുടെ കുട്ടികളെ ഇച്ചിരി എക്സ്പെരിമെന്റ് ചെയ്യാം, മുഴുവൻ എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പേപ്പർ കീറി നമ്മുടെ സർക്കിൾ വലുതാക്കുന്നതാണെന്നുള്ളൊരു പ്രോസസ്സിലൂടെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ന്യൂറോൺസുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, സിനാപ്സിസുകളെ കുറിച്ച്. ഈ ന്യൂറോൺസും സിനാപ്സിസ് ഒക്കെ പറഞ്ഞാൽ എന്നാ സാധനം എന്നാ? അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളിപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അത് പല കൺട്രോളിലോട്ട് മാറിയതിനു ശേഷമാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സയന്റിഫിക് ആയിട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. ന്യൂറൽ പാത്ത് വേസ് നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ചെയ്തു തീർക്കുന്ന ഒരു പ്രോസസ്സിൽ നമ്മളൊരു പാത്ത് വരും. ഇപ്പോൾ നമുക്കൊരു പാർക്ക് സംഘടിപ്പിക്കും. ഇവിടെയൊക്കെ ഈ പാർക്കിലൂടെയൊക്കെ ആൾക്കാരൊക്കെ നടന്നു പോകും. നമ്മുടെ ടാങ്കി പാർക്ക്, ഇവിടെ അടുത്തുള്ള ടാങ്കി പാർക്ക് ഇവിടെന്ന് വരുന്നത് ഞാൻ കാണുന്ന ഒരു പാർക്കാണ് ടാങ്കി പാർക്ക്. ടാങ്കി പാർക്കിൽ ഈ നല്ലോണം പുല്ല് പിടിച്ചിരിക്കുന്ന സമയത്ത് ചില വഴികൾ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പുല്ല് പിടിച്ച് കിടക്കുന്ന പാർക്കാണ്. അതിൽ ആൾക്കാർ നടക്കുന്നുണ്ടെങ്കിൽ അവർ നടക്കുന്ന വഴികൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? ആൾക്കാർ നടക്കുന്ന ഒരു രീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 ഇതേപോലെ തന്നെയാണ് നമ്മുടെ ന്യൂറൽ പാത്ത് വേസും ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും, രണ്ടാമത് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും, മൂന്നാമത്, നാലാമത്, അഞ്ചാമത്, ആറാമതൊക്കെ ചെയ്യുന്നത്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നടത്തുന്ന സെന്റേഴ്സ്, ഈ പാലാ ബ്രില്യന്റിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ കേൾക്കും. നമ്മുടെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ അവിടെ വിടും. എന്താ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമ്മുടെ പിള്ളേരോട് ചെയ്യുന്നത് എന്താ? അത് എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നത്. അവർ ഈ പിള്ളേര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ന്യൂറൽ പാത്ത്. ഇപ്പൊ നമുക്കൊരു കണക്കിന്റെ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണക്കിന്റെ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്താലേ ആ ന്യൂറൽ പാത്ത് വേ ഡെവലപ്പ് ആവും. അപ്പൊ അവർ ചെയ്യുന്നത് എന്താണ്? അവർ പല വർഷങ്ങളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പിള്ളേരെ കൊണ്ട് ചെയ്യും. നാളെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പേര് ബിജു എന്നുള്ള പേര് ജെസ്സി എന്ന് മാറ്റിയിട്ട് വരും. പക്ഷെ അത് നമ്മുടെ ന്യൂറൽ പാത്തിലെ ആ ഒരു പാറ്റേണിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവർക്ക് വരാൻ പോകുന്ന ചോദ്യം ആന്റിസിപ്പേറ്റ് ചെയ്യാനും അതേപോലുള്ള ക്വസ്റ്റ്യൻസ് പിള്ളേരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സക്സസ്ഫുൾ ആവും. അത് പ്രാക്ടീസ് ചെയ്തിട്ട് പിള്ളേർ അവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രാവിലെ ടെസ്റ്റ് എടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ന്യൂറൽ പാത്വേസ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിള്ളേർക്ക് നല്ല മാർക്ക്. അതൊരു ന്യൂറൽ പാത്വേ ഡെവലപ്മെന്റിന്റെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സർക്കിളിന് പുറത്തു പോകുന്നതിനെ കുറിച്ചും ന്യൂറോപ്ലാസ്റ്റിറ്റിയെ കുറിച്ചും ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഒരു കുട്ടിയുടെ ഡെയിലി, നമ്മുടെ വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയുടെ ഡെയിലി ടൈം ടേബിൾ ഉണ്ടായിരിക്കും.
എങ്ങനെയായിരിക്കും ഒരു രാവിലെ ഒരു വൈകുന്നേരം കുട്ടിയുടെ കയ്യിൽ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ പിള്ളേരുള്ളവരോട് പറയുന്നില്ല, ആരെങ്കിലും പറഞ്ഞു എന്തായാലും ഇപ്പൊ നമ്മുടെ സാധാരണ വീട്ടിൽ വളർന്നു വരുന്ന കോളേജിലേക്ക് പോകുന്ന വരെയുള്ള പ്രായം കുട്ടികൾ ഡെയിലി ടൈം എന്തായാലും എന്താണ് അവർ ചെയ്യുന്നത് രാവിലെ വരുന്നത്? പറഞ്ഞോ എല്ലാ ഉത്തരവും ശരിയാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറ, അല്ലെങ്കിൽ ജെയ്മി പറയും. ജെയ്മി ഞാൻ ഈ പേരെ വിളിക്കണോ? പറഞ്ഞു പറഞ്ഞു ജെയ്മിക്ക് 2 പിള്ളേരുണ്ട്. അവരുടെ ഡെയിലി റുട്ടീൻ എന്താണെന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞാൽ ശരി, കളറൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എഴുന്നേരുന്നോ? എഴുന്നേരുന്നോ? ഇത് തിങ്കളാഴ്ച ചെയ്തു, ചൊവ്വാഴ്ചക്ക് എന്തെങ്കിലും വ്യത്യാസം, ബുധനാഴ്ചക്ക് എന്തെങ്കിലും വ്യത്യാസം, ശനി ഞായറൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടായി. ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാതിരിക്കുന്നത്? അപ്പം ഈ ന്യൂറോപ്ലാസ്റ്റിറ്റി എന്ന് പറയുന്നത് അവരുടെ റുട്ടീനിലൊക്കെ ഒത്തിരി മാറ്റം വരുത്തണമെന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മളോട് പറയുന്നത്. നമുക്ക് എന്താണ് അവരൊരു റുട്ടീനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളും ഈ റുട്ടീനിൽ തന്നെയാണ് പോകാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ റുട്ടീനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം, ഒരു സത്യം പറയാം, ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തിനാണ് പണി കഴിഞ്ഞാൽ ഇരിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ ഇച്ചിരി സമയം എടുത്ത് എക്സ്ട്രാ എഫേർട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ ന്യൂറൽ പാത്വേ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ. ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്ത് ഫുള്ളായിട്ട് ഡെവലപ്പ് ആവും. പല പ്രാവശ്യവും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അവർ ജയിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഇച്ചിരി കൂടുതലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതുണ്ടാകണം. പിന്നെ ഇത് ചുമ്മാ ഒന്ന് പോയിട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ല. അതിനുശേഷം നമ്മൾ ഈ ആക്ടിവിറ്റിയും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയതിനു ശേഷം നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇച്ചിരിയൊക്കെ അങ്ങ് ഫോഴ്സ് ചെയ്യും. ഞാനിപ്പോ ആൾക്കാരോട് ഉത്തരം പറയണമെന്ന് പറയുന്നത് എന്തിനാ? അപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കോ സാറൊക്കെ അല്ലേ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലൊന്നും അതുകൊണ്ട് അപ്പൊ ഇച്ചിരിയൊക്കെ ഫോഴ്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ പേരൻസും അതോറിറ്റി ഫിഗേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇച്ചിരിയൊക്കെ ഫോഴ്സ് ചെയ്യും. അപ്പൊ വളയ്ക്കാൻ പൊടിക്കാതെ ഇച്ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഈ പ്രായത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ അവസാന നിമിഷം വരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും വായിക്കുന്നുണ്ട്, പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നമ്മൾ കാണാതെ പോയ സ്ഥലങ്ങൾ നമ്മൾ വീണ്ടും കാണാനായിട്ട് പോകുന്നു. ഇതിനകത്തൊക്കെ ഒത്തിരി വാല്യൂസ് ഉള്ള കാര്യങ്ങളാണ്. വയസ്സായ കാലത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ കാണുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ്രോയെ വയലിൻ പഠിപ്പിക്കാനായിട്ട് പൊക്കോട്ടുമ്പോഴത്തേക്ക് ഒരു ബാച്ച് വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വയലിന്റെ ബാച്ച്. ഞാൻ സർപ്രൈസ് പോയി അത് എന്തായാലും വലിയ പ്രാക്ടീസ് ചെയ്യുന്നു. അവരോട് ഒരു IAS ദിവസം റിട്ടയർ ആകാനായിട്ട് 2-3 മാസം ഉണ്ട്. പുള്ളി പറയുന്നത് എനിക്ക് എന്റെ ന്യൂറൽ പാത്വേ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ട് പുള്ളിയെ പോലെ ആ ഗ്രൂപ്പിൽ 10-15 പേര് ഇതൊന്ന് പഠിക്കണം. ഈ ഒരു വയസ്സായ കാലത്ത് ഇതിങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? പുതിയ ന്യൂറൽ പാത്വേസ് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ബ്രെയിൻസിലൊക്കെ കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് നശിച്ചു പോകും. നമ്മൾ 20% പോലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയ ന്യൂറൽ പാത്വേസ് ഡെവലപ്പ് ചെയ്യുവാണ്. വയസ്സായ കാലത്ത് നമുക്ക് മറവി രോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകിയാണെന്ന് സയന്റിസ്റ്റ് പറയുന്നു. നമ്മൾ ആ സമയം ആകുമ്പോഴത്തേക്കും പറയുന്നതൊക്കെ ചെയ്തു നോക്കുന്നത്. പിന്നെ ചെയ്തു നോക്കാം, സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വരുന്ന വഴി എന്നും ഒരേ റോഡ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കറങ്ങി വേറൊരു വഴിക്ക് വന്നാലും വേറൊരു വഴിയിലൂടെ വരുന്നതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സ് പുതിയ കാഴ്ചകൾ കാണും. അതോ നമ്മൾ എന്നും സെയിം റുട്ടീൻ പാറ്റേണിലൂടെ നടക്കാനാണ്? ഇതെല്ലാം ചോദ്യമാണ്. ഇതൊക്കെ ചോദ്യം ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ നമുക്ക് മൊത്തമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നമ്മളെല്ലാവരും പഠിക്കേണ്ടതായിരിക്കുന്നതും ഇടയ്ക്കൊക്കെ നമ്മൾ പരസ്പരം ചോദിക്കണം. ഇടയ്ക്ക് നീ പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പറഞ്ഞു നീ വഴിമാറിയൊക്കെ നടക്കാറുണ്ടോ? അത് ഇത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നൊക്കെ ചെറുതായിട്ടൊന്ന് ഈ കളിയാക്കുന്നതിന് അതൊരു വലിയൊരു കാര്യമാണ്. ഈ എന്തിനാ കളിയാക്കുന്നത്? നമുക്ക് ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത്? ഞാനിപ്പോ എന്റെ അനീഷയുടെ കളിയാക്കുന്ന അതുകൊണ്ട് നമുക്ക് എന്താണ് നഷ്ടം? അതുകൊണ്ട് അവർ കളിയാക്കുന്ന നമുക്ക് പോകും. നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മള് എപ്പോഴും ഒരു സമൂഹത്തിന്റെ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ മാറ്റി വയ്ക്കുക. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു കഥ പറയാം. ഈ കഥ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് ഈ കഥ കേട്ടിട്ടുള്ളവര് ഒരു ഹസ്ബൻഡും വൈഫും കൂടി ഒരു കഴുതയെ വാങ്ങിക്കാൻ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഹസ്ബൻഡും വൈഫും കൂടി ഒരു തീരുമാനിച്ചു നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പണിയും കാര്യങ്ങളൊക്കെ ഒരു കഴുതനെ മേടിച്ചിട്ട് വന്നാൽ ഈ കഴുത പണിയെല്ലാം ചെയ്തോളൂല്ലോ എന്ന് വിചാരിച്ചു അവർ ദൂരത്ത് പോയി ഒരു കഴുതനെ മേടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞു ഏതായാലും നാളെ മുതൽ ഈ കഴുത പണിയൊക്കെ ചെയ്യാനുള്ള അപ്പോൾ ഇന്ന് അവനെ വീട് വരെ ചെല്ലുന്നവരെ പണിയൊന്നും കൊടുക്കണ്ട, അവൻ ഫ്രീ ആയിട്ട് നടക്കട്ടെ.
അപ്പോൾ അവർ രണ്ടുപേരും നടന്നു മുന്നോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സമൂഹം അനീഷയുടെ നമ്മളോട് പറഞ്ഞ സമൂഹം ഒരു പൊട്ടനെ കൊണ്ടി പോകണമുണ്ട് ഒരു നല്ല കഴുതയുണ്ടായിട്ട് അവരത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവരത് മനസ്സിലാക്കുന്നത് ശരിയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി കയറി ആ കഴുതയുടെ പുറത്തുനിന്ന് എന്നെ നമ്മൾ ഉപയോഗിച്ചേക്കാൻ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ നമ്മുടെ സമൂഹം കണ്ണിച്ചോറിയില്ലാത്ത ഒരാളാണ് ആ പാവം കഴുതയുടെ കയറിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പ്രോബ്ലം. അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ നടക്കാം, നീ ഇരുന്നു. ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞു, വൈഫിനെ മുന്നിലോട്ട് ആ വൈഫ് അവളെ കണ്ടില്ലേ, ആ മനുഷ്യൻ മേലാത്ത മനുഷ്യനെ അവൾ നടത്തിക്കൊണ്ട് വരുക. അപ്പോൾ വൈഫ് പറഞ്ഞു, എന്താ നിങ്ങൾ കയറി ആ മനുഷ്യനെ കണ്ടില്ലേ, അവൻ ആ പാവം പെണ്ണിനെ നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? പിന്നെ അവസാനം അവര് കഴുതരത്തുണ്ട്. അല്ല, ഇത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് പറ്റാൻ പോകുന്നത്. അതിന്റെ അർത്ഥം സമൂഹം പറയുന്നതൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതല്ല. അവര് പറയുന്നത് കേൾക്കുക, ആ പറയുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കുഴപ്പങ്ങൾ വരാനോ സാധ്യതയുണ്ടോ, അത് എനിക്ക് അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ളൊരു സ്വയം തിരിച്ചറിയിൽ നമുക്ക് വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എന്തിനാണ് വേറെ രീതിയിലൂടെ പോകുന്നത്? എനിക്ക് 10 മിനിറ്റ് നേരത്തെ അവിടെ ചെല്ലാമെന്ന് അവർക്ക്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അവർക്കറിയത്തില്ല. അപ്പം ഇതിനകത്തൊക്കെ ഒരു 3 ഘടകത്തെ കുറിച്ച് നമ്മൾ ഈ എഡ്യൂക്കേഷനെ കുറിച്ചും പേരന്റിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴത്തേക്കും ഏറ്റവും വലുതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. നമുക്കത് ബോധ്യമില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, വേറെ ആൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്. അപ്പോൾ അവരത് പറഞ്ഞോട്ടെ, അവരെന്തുകൊണ്ടാണെന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. ഞാനിത് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട്, അതുകൊണ്ട് അതിനൊരു റീസൺ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ തരാത്തത്, എന്തുകൊണ്ടാണ് ടി വിക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഉള്ളത്, എന്തുകൊണ്ടാണ് ഈ വൈകുന്നേരങ്ങളിൽ ഒറ്റയ്ക്ക് പോയി കറങ്ങി നടക്കുന്നത്, എപ്പോഴും ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാനായിട്ടുള്ളൊരു റീസൺ നമുക്ക് ആദ്യമേ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഓരോ റീസണൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല സ്മാർട്ടായിട്ട് പേര് അമ്മയപ്പനൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതോ ആ സമയത്തും നമുക്ക് പറയാനായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ കരുത്തിലുണ്ടായിരിക്കും. നമുക്ക് പല സമയങ്ങളിൽ ഉത്തരങ്ങൾ ഉണ്ടായി, ഇപ്പോൾ ഇത് പഠിക്കാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാതെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്മാർട്ടായിട്ടുള്ള പേര് ചോദ്യം ചോദിക്കുള്ളൂ. അവരിങ്ങനെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യം നമുക്കുണ്ട്. അതൊന്നും റീസൺ. രണ്ടാമത് നമ്മൾ ദൈവത്തിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞു തരാം. അതായത് ഇതെല്ലാം ഒരു ഞാണിമേക്കളിയാണ്, നമ്മൾ എന്ത് ചെയ്താലും ശരിയാവോ ഇല്ലെന്നുള്ളത്. അപ്പൊ അത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഏത് സമയത്തും നമ്മൾ പിള്ളേർ വളർത്തുമ്പോഴായിക്കോട്ടെ, നമ്മൾ വളരുമ്പോഴായിക്കോട്ടെ, ആ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവസാനം വട്ടപ്പെട്ട വെള്ളം വരുന്ന പോലെ ആയി തീരാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ഒരു നമ്മുടെ ക്രിസ്തുമതം എന്നുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും അവരുടേതായ നമ്മളിൽ നിന്ന് ശക്തനായ ഒരു അതിശയമായ കരങ്ങൾ നമ്മളെ നയിക്കുന്നുണ്ടെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം നമുക്ക്. മൂന്നാമത് ലവിങ് കൈൻഡ്നസ്. തോമസ് ചോദിക്കുന്നത് ഈ ഡോൺ ബോസ്കോയുടെ പടകതിയാണോ അവിടെ പഠിപ്പിക്കുന്നത് ചോദ്യം. അതായത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോൺ ബോസ്കോയുടെ എഡ്യൂക്കേഷൻ മെത്തഡോളജിയിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് ലവിങ് കൈൻഡ്നസ്. ലവിങ് കൈൻഡ്നസ് എന്ന് പറയുന്നത് ഒരപ്പനോ അമ്മയോ കുട്ടീനെ നല്ല രീതിയിൽ കൊണ്ട് അടിക്കുമ്പോഴും അത് സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. ഒരു കെട്ടിയോട് വഴക്ക് പറഞ്ഞായിക്കോട്ടെ, രണ്ടുപേരും തമ്മിൽ പരസ്പരം അടി ഇടിയൊക്കെ നടക്കുവാണ്. പക്ഷെ ഒരു മഴയോ എന്തെങ്കിലുമൊക്കെ ഒരു വരുമ്പോഴത്തേക്കും ഈ കെട്ടിയോൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കെട്ടിയോട് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് അടി നടന്നിരിക്കുന്ന സമയം പെട്ടെന്ന് മഴ പെയ്യുന്നു. അപ്പൊ കെട്ടിയോൻ രണ്ടുപേരും വർത്താനം പറഞ്ഞില്ല, കെട്ടിയോൻ കൊട നീട്ടി പിടിച്ച് പെൺപിള്ളേക്ക് കൊടുക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ പറയുന്ന കെട്ടിയോനും അടിയൊന്നും ഉണ്ടാകരുത്, പിള്ളേർ പറയുന്നെല്ലാം കേട്ട് ഇതൊന്നുമില്ല ശരിക്കുള്ള ജീവിതം. നമ്മള് പല കാര്യങ്ങളും ശരിക്കുള്ള കുടുംബങ്ങളിൽ എന്താണ് നടക്കുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ശരിക്കുള്ള കുടുംബങ്ങളിൽ അടിയും പിടിയും പിള്ളേരും വഴക്കും പിള്ളേർ വഴിതെറ്റി പോലെ എല്ലാം സംഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളും വളരെ നോർമലാണ് നമ്മളതിന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ, അതും ഓർക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തി, ഇപ്പം നമ്മളെത്ര എക്സ്പേർട്ട് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഹ്യൂമൻ മൈൻഡിൽ നിന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്ര ദൂരത്തേക്ക് മുന്നോട്ട് പോയത്. അപ്പം മനസ്സിനെ കുറിച്ച് ഒത്തിരി സംസാരിക്കാനുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളിൽ ഉണ്ടാക്കുന്ന പല രീതികൾ, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല. ഇതൊക്കെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പുതുതായിട്ടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പുതുതായിട്ട് ഡെവലപ്മെന്റ് വരുന്നതിനെ കുറിച്ചൊക്കെ ഇച്ചിരിയൊക്കെ നോളജ് ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. ഇഷ്ടംപോലെ പേരന്റിങ് ഗൈഡൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും നമ്മുടെ മനസ്സ് നമ്മളെ എങ്ങനെ പറ്റിക്കുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യപ്പെടുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ പെട്ടെന്ന് വിളിക്കുന്നു, ഇങ്ങനെ കൂടി എന്ന് പറയുന്നതിലൂടെയൊക്കെ അവർക്കുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനുശേഷം ഞാൻ അവർ ഒരു ഉദാഹരണത്തിന് പൊട്ടനെ വിളിച്ചുകൊണ്ട് ഒഴിച്ചു, ഞാൻ ഇങ്ങനെയല്ല, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്ക് തെറ്റുപറ്റാവുന്നതാണ്. ആ തെറ്റുപറ്റുമ്പോഴത്തേക്കും ആ തെറ്റിൽ നിന്ന് നമുക്ക് വീണ്ടും
കറക്റ്റ് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള വീണ്ടും അപ്പോഴൊക്കെ നാരായണ പ്രാന്തം നമ്മൾ വീണ്ടും നമ്മൾ ഇന്നും ഞാൻ നല്ല പേരന്റ് ആയേക്കാന്ന് വിചാരിച്ച് മേടിച്ചത് വീട്ടിൽ ചെന്ന ഉടനെ എന്തെങ്കിലും ഇവിടത്തേക്ക് കണ്ണിന് കൈ പോകും ഇല്ലേ? അപ്പോഴും നമ്മൾ മനുഷ്യരാണ്, തെറ്റ് നമുക്ക് പറ്റാം. വീണ്ടും നാളെ വീണ്ടും ഈ കല്ല് വീട്ടിൽ കയറാനുള്ള ശക്തി ദൈവം നമുക്ക് തരട്ടെ. അപ്പോൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അപ്പൊ അത് ഇമ്പോർട്ടൻസ് ആയിട്ട്. പിന്നെ ഈ റുട്ടീനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു ഏറ്റവും നമുക്ക് കിട്ടിയിട്ടുള്ളതും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാത്തതുമായ ഏറ്റവും വലിയ കാര്യമാണ് കളികൾ. എന്തിനാണ് കളികൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതിനൊക്കെ കൂടുതലായിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് അവരെ കളിക്കാൻ കൂടുതലൊന്നും വിടുന്നില്ല. എവിടെയും രാവിലെ വേദന PT ചെയ്യിപ്പിച്ചവർ അപ്പനും മാറിയും അല്ലെങ്കിൽ രാവിലെ കൊണ്ട് അതിലെ PT ചെയ്തത് വേറെ കാണാം. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഒന്നും പറഞ്ഞാൽ പേടിപ്പില്ല. എന്നെ ഈ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നെ ഈ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് അപ്പൊ അത് ഈ കളി കൊണ്ട് മാത്രമേ ഈ ധാരണ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ഗെയിംസ് കളിക്കുമ്പോൾ അതിന് ശരിയാവുന്നതെന്ന് പറയാം. ഓക്കെ, ഏത് ഗെയിമിലാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നത്? പറഞ്ഞു പറയുന്നത് എല്ലാം ശരിയാണ്. സോഷ്യൽ റിലേഷൻഷിപ്പ് കൂടും. ഓക്കെ, എങ്ങനെയാണ് ഈ കളിയിലൂടെ സോഷ്യൽ റിലേഷൻഷിപ്പ് കൂടുന്നത്? പറഞ്ഞോ. ഡിസബിലിറ്റി പിള്ളേരുടെ ഒരു അപ്പൊ ഈ കുട്ടികളെല്ലാവരും റേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് റേസ് ചെയ്യാനുള്ളത് അവർ ചെയ്യും. പക്ഷേ വൺ ചൈൽഡ് ഈ ഫോൾ ഡൗൺ. അപ്പോൾ എല്ലാവരും കൂടെ തിരിച്ചു വന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് അതൊരു ഒരു കളി ഉണ്ടായതുകൊണ്ടാണ് അവർക്കൊരു ഇങ്ങനൊരു സൗകര്യം ഉണ്ടായതും അതിലൂടെ അവരുടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒത്തിരി സംസാരം നടത്തുന്നുണ്ട്. എന്നെ കൂടെ കേൾപ്പിക്കാമെന്നൊക്കെയാണ് എനിക്ക് പറഞ്ഞത് എല്ലാം ശരിയാണ്. ഈ കളിയെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ജയിക്കും. നമ്മള് ഒരു ദിവസം തോറ്റെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കളിക്കാൻ പോകാതിരിക്കും. ചില പിള്ളേര് കളിക്കാൻ പോകാതിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? നാളെയും പോകും, വീണ്ടും കളിക്കും. ഇന്ന് തോറ്റത് എന്തുകൊണ്ട് നമ്മളിപ്പോ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ പിള്ളേര് ഏത് കളിയാണെങ്കിലും നാളെ ജയിക്കാൻ വേണ്ടി ആരും നോക്കാൻ വേണ്ടി കളിക്കാറില്ല. എല്ലാവരും ജീവിതത്തിലൊക്കെ തന്നെയാണ്. ഈ കളി എന്ന് പറയുന്നത് ജീവിതം ഒരു കളി തന്നെയാണ് കേട്ടോ. ആ ജീവിതത്തിൽ നമ്മൾ ആരും നോക്കാൻ വേണ്ടി കളിക്കാറില്ല. പക്ഷെ തോൽവികൾ കളിയുടെ ഭാഗമാണ്. തോറ്റെങ്കിൽ മാത്രമേ നമുക്ക് നാളെ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ തോൽവികളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പിള്ളേര് കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബാലപാഠം എന്ന് പറഞ്ഞാൽ കളികളിലൂടെയാണ്. കാപ്പ് പിടിക്കാൻ സമയമായിരുന്നു നമ്മുടെ കളിക്കാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു തീർന്നുകൊണ്ട് വേണം നമ്മൾ കാപ്പ് പിടിക്കാനായിട്ട് അപ്പൊ കളികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തോൽവികളെ അഭിമുഖീകരിക്കാനായിട്ട് പഠിക്കുന്നത്. അത് കളി ആയതുകൊണ്ട് നമുക്ക് വളരെ ലൈറ്റായിട്ട് എടുക്കാം. ജീവിതത്തിലാണ് തോറ്റു പോകുന്നെങ്കിലും അപ്പൊ കളികളിലെ തോൽവികൾ ജീവിതത്തിലെ തോൽവികളെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ കോവിഡിന്റെ സമയത്തിന് ശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞുനാള് മുതലേ 1ാം റാങ്ക് മാത്രം നേടിപ്പെടുത്തി കുട്ടി ആത്മഹത്യ. ആ കഥയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ ജീവിതത്തിൽ എപ്പോഴും 1ാം റാങ്കാരനായിരുന്നു. IIT ബോംബെയിൽ പഠിച്ചു, അവിടെ 1ാം റാങ്കായിട്ട് തന്നെ വിജയിച്ചു. അവസാനം അതിനുശേഷം പ്ലേസ്മെന്റ് കിട്ടി, US പോയി. ആദ്യമായിട്ട് അവര് സൂപ്പർവൈസർ അവരൊരു നെഗറ്റീവ് റിമാർക്ക് കൊടുത്തു. അത് താങ്ങാനുള്ള ശക്തി ആ കുട്ടിക്ക് ഉണ്ടായില്ല. ആ കുട്ടിയെ എന്താണ് ആ കുട്ടി സംഭവിച്ചത്? ജീവിതത്തിൽ തോൽവി എന്താണെന്ന് ആ കുട്ടി അറിഞ്ഞിട്ടില്ല. അതിനുള്ള അവസരം അറിഞ്ഞ മാതാപിതാക്കൾ അവർ ഒരുക്കിയില്ല. ഇത് നമ്മൾ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറയുന്നതാണ്. വേറെ പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷെ നമ്മൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മുടെ കുട്ടികൾ തോൽവി അറിഞ്ഞാണ് പറയുന്നത്. അവരൊരു പരീക്ഷയ്ക്ക് ഇച്ചിരി കുറച്ച് മാർക്ക് കുറഞ്ഞു വന്ന് വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് എന്താണ്? ഈ യൂസ്ലെസ് ആണോ പറയേണ്ടത്, വേറെ വല്ലതും? ചിലപ്പോൾ അവർ കളിക്കാൻ പോകും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. പിള്ളേരെങ്കിലും കൂടുതൽ മാതാപിതാക്കന്മാരാണ് പിള്ളേർക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഈ സ്പിരിറ്റ് നമ്മൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ സമോസയുടെയും ചായയുടെ ഇടയ്ക്ക് പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക്
നമുക്കുണ്ടോ ഇത്? എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് അങ്ങോട്ട് ശ്രമിക്കാറുണ്ടോ? നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളിലൂടെയും നമ്മുടെ ഇന്നത്തെ ലോകം നടക്കുന്ന രീതി വളരെ അൺഇൻറ്റൻഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്പിരിറ്റ് നമ്മുടെ കുട്ടികളിലോട്ട് നമ്മൾ അങ്ങ് അടിച്ചേൽപ്പിക്കും. അതിൽ നമ്മുടെ മത്സര പരീക്ഷകൾക്കൊക്കെ ഒരു വലിയ ഇതുണ്ട്. അതായത് നമ്മുടെ സ്കൂള് നമ്മൾ എപ്പോഴും ഒരു സ്കോളാസ്റ്റിക് ഇന്റലിജൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. സ്കോളാസ്റ്റിക് ഇന്റലിജൻസ് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാറുള്ളൂ. ബാക്കിയുള്ള ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ പോലുമില്ല. ബാക്കി പലതരത്തിലുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു സ്കോളാസ്റ്റിക് എക്സലൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പല സമയങ്ങളിലൊക്കെ ശ്രമിക്കാറുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വളരെ അനാവശ്യമായിട്ടുള്ള മത്സര ബുദ്ധികൾ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകാം, നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഈ മോഡൽ സൺഡേ സ്കൂൾ കാറ്റഗറി ടീച്ചേഴ്സ് പെട്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ പലപ്പോഴും പോകുമ്പോൾ ഞങ്ങൾ സംസാരിക്കാനുള്ള ഒരു കാര്യം ഈ മോഡൽ സൺഡേ സ്കൂൾ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അതായത് ഈ രൂപതയിലെ ഏറ്റവും നല്ല കാറ്റഗറി ഡിപ്പാർട്ട്മെന്റിന് കിട്ടേണ്ട അവാർഡുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര അടിയാണ്. അതായത് കാറ്റഗറി ടീച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ഫെയ്ത്തിലൊക്കെ വളർത്തുന്ന ആൾക്കാർ. ഇതിനുശേഷം അവിടെ കിട്ടാതെ വരുമ്പോഴുണ്ടാവുന്ന അടിയിലേക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു മത്സര ബുദ്ധിയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കുന്നിടത്തോളം കാലം ഒരിച്ചിരി മത്സരബുദ്ധിയൊക്കെ നല്ലതാണ്. പക്ഷേ ആ മത്സരബുദ്ധി നമ്മുടെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ഇടയ്ക്കൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടത് വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടിക്ക് അവൻ എഫേർട്ട് ചെയ്യേണ്ട പ്രോസസ്സ് മുഴുവൻ അവൻ ചെയ്തല്ല, അവൻ ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടിയ മാർക്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇപ്പോൾ ഈ കുറെ പേർക്കൊക്കെ നമ്മൾ ലോ ഹോസ്പിറ്റലിന്റെ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാരൊക്കെ വളരെ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചിട്ടേക്ക് മാർക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? അതൊക്കെ ചെറിയൊരു ഡീപ്പായിട്ട് ചിന്തിക്കുന്നത് ഈ സിറ്റുവേഷൻ നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ന് കറന്റിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ചും പൈസ ഉണ്ടായാൽ മതി ജീവിതം അങ്ങ് വിജയത്തിലോട്ട് എത്തി എന്നുള്ള തോന്നുന്നൽ ഈ പല മത്സര ബുദ്ധികളിലുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുന്നതിന്റെ കാര്യമാണ്. സ്കൂളൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ഗെയിംസ് നടത്തിയിട്ടൊന്നും കാര്യമില്ല, കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ സംഗതി എല്ലാം സോർട്ട് ഔട്ട് ആയി എന്നുള്ളൊരു ചിന്തയാണ്. പൈസ സമ്പാദിക്കുന്നതോ ധനവാനാവുന്നതോ ഒന്നും യാതൊരു തെറ്റുള്ള കാര്യമല്ല. നമ്മുടെ ക്രിസ്തുമതം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മണി എന്ന് നമ്മുടെ കത്തോലിക്കസം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അറ്റൈനിങ് മണി ഈസ് ഇൻ ഗെയിൻഫുൾ വേ ഈസ് എ ഗുഡ് തിങ്. നമ്മളെല്ലാവരും നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യാനുള്ള എഫേർട്ടുകൾ തന്നെ നമ്മൾ എടുക്കണം. പക്ഷെ ഇതിലൂടെയൊക്കെ നമ്മളിപ്പം നമ്മുടെ കേരളത്തിൽ കുട്ടികളെല്ലാവരും 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെയൊക്കെ നാട്ടിൽ അരങ്ങി കിട്ടുന്നുണ്ട്. അവരൊക്കെ എവിടെയാ? ഈ വിദേശത്തേക്ക് പോകുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാനും പറയുന്നതുകൊണ്ട് അവൻ വിദേശത്തേക്ക് പോകുന്നതിന് എതിർത്ത് പറയുന്നത് പറയുന്നത് ഈ വിദേശത്തേക്ക് പോകുന്നതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കാര്യം നോക്കി എന്താണ് അതിന്റെ അവസാനത്തെ ബോട്ടം ലൈൻ വരുന്നത് എന്താണ്? അതായത് നമ്മൾ ബിസിനസ് ആണ്, നമ്മൾ ഇത്തിരി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് തിരിച്ചിങ്ങോട്ട് കിട്ടാനുള്ള എന്തെങ്കിലോട്ടേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും അല്ലാത്തവരുണ്ടാകാം. നമ്മൾ ജനറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു മക്ഡൊണാൾഡിന്റെ സ്റ്റോറിൽ പോയി കുറച്ച് സെർവ് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ പിള്ളേരെ ആരെങ്കിലും നമ്മളുണ്ട്. അവിടെ പോയി ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട പിള്ളേരെല്ലാം ഒരു 80% ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് അല്ലെങ്കിൽ ഒരു മക്ഡൊണാൾഡ് സ്റ്റോറിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെയർ ഹോമിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കലായിരിക്കും. ഇതിലൊന്നും തെറ്റുള്ളതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ജോലി ഏറ്റെടുക്കുന്നതിനുള്ള അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേജസ് ഒത്തിരി ഹയർ ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒത്തിരി ഹയർ ആണ്. നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നതെന്നും ആരും അറിയുന്നില്ല. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു കൂട്ട് സ്വന്തം നടന്നു കഴിയുമ്പോൾ അവിടെ യൂട്ടെ പണ്ടൊക്കെ പെൺപിള്ളേർ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഗൾഫിലായിരുന്നില്ല, അവിടെ എന്ത് പണി ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ പിള്ളേരുടെ കരിയർ പാത്തൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോയ്സ്, കാരണം നമ്മൾ ഇതെല്ലാം ഒരു ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, അതിലൂടെ റിട്ടേൺസ് നമുക്ക് കിട്ടുക, അത് തന്നെയാണ് അവർ ശരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പണി. ഇതിനു വേണ്ടി തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതനുസരിച്ചുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ കൂടുതലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. ഞാനത് പറയുമ്പോഴേ പറയാം, അവർ നേഴ്സുമാരോടൊക്കെ കുഴപ്പമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ
ഏറ്റവും ഷുവർ ആയിട്ടുള്ള ബെറ്റാണ് നമ്മൾ പിള്ളേരെ കൊണ്ട് എടുക്കുന്നത്. പിള്ളേരെ പകുതി കൂടുതൽ പേരെ നമ്മൾ നേഴ്സിംഗ് പഠിപ്പിക്കുന്നത്. എന്താണ് നേഴ്സിംഗ് പഠിപ്പിക്കാനുള്ള ഗുണം? 100% ജോലി കിട്ടുമെന്ന് നമ്മൾ ഉറപ്പുള്ളൊരു കാര്യത്തിലോട്ട് അത് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ആ ജോലിയുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഒക്കെ എന്താണ്. ആണായാലും പെണ്ണായാലും അവർക്ക് ജോലി കിട്ടുമെന്നുള്ളതുകൊണ്ട് അവരതിന് നേഴ്സ് ആക്കുന്നത്. ഇത് അവന് വേണ്ടതാണോ അവർക്ക് വേണ്ടതാണോ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ നമ്മൾ ചിന്തിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ പൈസ എങ്ങനെയെങ്കിലും ഏൺ ചെയ്യുക, സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് വരിക, ഇതെല്ലാം ശരിയാണ്, നമ്മൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ചിലപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഉയരുന്നതിന് വേണ്ടിയുള്ള ആദ്യ സ്റ്റെപ്പൊക്കെ ആയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇനിയിപ്പോൾ നേഴ്സ് ആയിക്കൊണ്ടുള്ള ആൾക്കാർ ഇത് ചെയ്തു കൊലപാതകമോ വലിയ ക്രൈമൊന്നും അല്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ചിലപ്പം നമ്മളൊരു സാമ്പത്തികമായിട്ട് ലോവർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിരിക്കും, നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ ഇതിന് മാത്രം പൈസ മുടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഷുവർ ആയിട്ടൊരു ജോബ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പക്ഷേ നമ്മുടെ ആസ്പിറേഷൻസ് ആ ലെവലിൽ നമ്മൾ നിർത്തുന്നു. അത് രണ്ടാമതായിട്ട് ചിന്തിക്കും. ഇതിലൊന്നിലും ശരിയോ തെറ്റോ ഇല്ല. ഇതിലെ ശരിയും തെറ്റുമല്ല, നിശ്ചയിക്കപ്പെടുന്നവർ നമ്മളും നമ്മുടെ കുട്ടികളും. പക്ഷേ ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡയലോഗ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് എൻ്റെ മകൻ ഇങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യപ്പെടുന്നത്? അതിന്റെ കാരണം അതിനുശേഷം അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ ചെയ്യാൻ പോകുന്ന പണിയും അവൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇങ്ങനെ കുറച്ച് ഇതിലെന്തും റൈറ്റും റോങ്ങും ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്നുമില്ല. എല്ലാം ശരിയാണ്. ഇതെല്ലാം നമ്മൾക്ക് ഒരു ചിന്തയ്ക്ക് ശേഷം ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അൾട്ടിമേറ്റ് ഉള്ള ഒരു പർപ്പസ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കുഴപ്പം പറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-50 വയസ്സൊക്കെ ആവും. നമ്മുടെയൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോട് നമുക്ക് താല്പര്യമില്ലാതെ വരും. ആ സമയത്ത് നമുക്ക് പൈസ ആവശ്യത്തിനായി നമ്മുടെ സോഷ്യൽ ചുറ്റുപാടുകളൊക്കെ വളർന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് വേറെ മാറാനായിട്ടൊരു ഒബ്ജക്ഷൻ ഉണ്ടാകുന്നു. പക്ഷെ ആ ജോലിയിൽ തന്നെ തുറന്നു പോകേണ്ടതായിട്ടുള്ള ഈ ഡെവലപ്മെന്റൽ സ്റ്റേജസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് ഈ കോംപ്ലിക്കേഷൻ. ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. കുറച്ച് സമയത്തിന് ശേഷം കുട്ടികൾക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു എൻ്റെ മാതാപിതാക്കളെല്ലാം ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ നാരായണമാക്കിന് ഓർക്കുന്ന കാര്യം മറന്നു വരും. നമ്മൾ വലിയ പ്ലാനും പദ്ധതികളോട് പല കാര്യങ്ങൾ ചെയ്താൽ അത് വർക്കൗട്ട് ആണെന്ന് തോന്നുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇതിലൂടെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയതെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടുതലും ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിന്റെ ചെയ്യുന്നതാണ്. എൻ്റെ അപ്പുറത്തുള്ള പുള്ളിയിലും ഒരു പടി മുന്നിൽ എത്തിയിരിക്കും. അത് എന്താണെങ്കിലും അതും ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ഞാൻ കഞ്ഞി കുടിച്ചില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മൾ പണ്ടത്തെ എന്താണ് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. കുടിച്ചില്ലെങ്കിൽ കോണാൻ പറക്കുന്നത് കളകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഞാനിതെല്ലാം വളർന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഈ കാര്യങ്ങളൊക്കെ വളരേണ്ടത് വളരെ അത്യാവശ്യം. അപ്പൊ നമ്മുടെ കരിയർ ചോയ്സുകളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പൈസ ഒരു വലിയ ഘടകമാണ്. അത് മാത്രമേ ഒരു ഘടകം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ജീവിത വിജയത്തിൽ പൈസയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. പക്ഷെ അത് മാത്രമാണോ എന്ന് പിന്നെ സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ജോലികൾ മാത്രമേ നമ്മൾ ചെയ്യൂ. എന്താണ് ഈ സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ജോലി? ബാക്കിയുള്ള ജോലികളൊക്കെ ഇനി ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ജീവിതകാലം മുഴുവൻ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നല്ല വീടുകളിൽ ബംഗാളികളൊക്കെ താമസിക്കുന്നതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ജീവിതകാലത്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് മനസ്സിലായോ? അപ്പം അതിനെക്കുറിച്ചൊക്കെ കുറച്ച് സമയത്തേക്ക് ചിന്തിക്കുന്നത് നമ്മൾ എടുക്കുന്ന കരിയർ ചോയ്സുകളിൽ വളരെ ഇത് നമ്മുടെ കാര്യം കഴിഞ്ഞു. പിന്നെ ഈ പ്രായത്തിലും കരിയർ ചേഞ്ചുകൾ പോസിബിൾ ആണെന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇഷ്ടമല്ലാതെയായിട്ടാണ് ഒരു നഴ്സായത്, ഞാൻ ഇഷ്ടമല്ലാതെയായിട്ടാണ് ഒരു ഇന്നയാളായത്, ഞാൻ ഇഷ്ടമല്ലാതെയായിട്ടാണ് ഒരു ഇന്നയാൾ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കണമെന്നില്ല. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ എത്തിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുക എന്നുള്ളത് നമ്മുടെ ഒരു വേറൊരു സ്കില്ലാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്താണെന്ന് വേറെ ആർക്കും നമ്മൾ പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം കിട്ടുന്നത് നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ സന്തോഷവാനാണെങ്കിൽ എൻ്റെ കുട്ടികളും സന്തോഷവാനായിരിക്കും, എൻ്റെ കുടുംബവും സന്തോഷമായിരിക്കും. ഈ സന്തോഷം മറ്റുള്ളവരെ കാണിക്കാനുള്ള സന്തോഷമല്ല, ഞാൻ ശരിക്കും മനസ്സിന് സന്തോഷം തന്നെയാണോ വഹിക്കുന്നത്. പിന്നെ 24 മണിക്കൂർ സന്തോഷം എന്നൊക്കെ പറയുന്ന സാധനം പുസ്തകങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ മാത്രമേ ഉള്ളൂ. സന്തോഷം ഒരിക്കലും സന്തോഷം മാത്രമായിട്ട് ഇരിക്കുന്നില്ല. അതും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാരണം ഈ കോമ്പറ്റേറ്റീവ് സ്റ്റേജിനെ കുറിച്ച് നമ്മുടെ ഡിസിഷൻ മേക്കിങ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉബുന്തു എന്ന് പറഞ്ഞ
കുറെ നാൾ നമ്മൾ ആൻഡോത്തിന് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വലിയ പരിപാടികളൊക്കെ അതിൽ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് 5 വർഷം മുമ്പ് ഓർക്കുന്നുണ്ടോ? എന്നതാ ഈ സാധനം കേട്ടോ? ആ പറഞ്ഞു, അത് എന്നതാ? ഇതൊരു വലിയ സാധനമാണ്. ആൻഡോത്തിന് കുറെ നാളെ കുറിച്ച് എക്സ്പ്ലനേഷൻ നടത്തി എല്ലാവരും മറന്നുപോയി. ഇത് ആഫ്രിക്കയിൽ നടന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു സായിപ്പ് ആഫ്രിക്കയിലെ പാവപ്പെട്ട കുട്ടികളുടെ ഇടയ്ക്കോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഒരു വലിയ ചോക്ലേറ്റിന്റെ ഒരു പൊതി കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, കുറെ പിള്ളേർ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒരു ഗെയിം കളിച്ചില്ലേ, അതേപോലെ കുറെ പിള്ളേരെ വിളിച്ചു നിർത്തിയിട്ട് കുറെ നാളെ ആഹാരം കഴിച്ച് പിള്ളേരെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു ലൈൻ ഇട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഓടി ആ മരത്തിന്റെ അറ്റത്തിരിക്കുന്ന ആ ചോക്ലേറ്റ് പൊതി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെല്ലുന്നവൻ ആ ചോക്ലേറ്റ് കൊണ്ട് കിട്ടുന്നു. നീ അവിടെ കൊണ്ട് വെച്ചു, ഇതിന് ശേഷം ഓടിച്ചു. എന്തായിരിക്കും സംഭവിച്ചത്? മാക്സിമം പിള്ളേരെടുത്ത് ഓടും. ആ പുള്ളിയെ സായിപ്പിന് സർപ്രൈസ് ചെയ്തുകൊണ്ട് ആഫ്രിക്കയിലെ ഈ കഞ്ഞി കുടിക്കാതിരുന്ന ദേശത്ത് വളർന്നിരുന്ന പിള്ളേര് അവർ ഒരിക്കലും ഒറ്റയ്ക്ക് ഓടിയാൽ മുട്ടായി എടുത്തില്ല. അവരെല്ലാവരും കൈകൂടി പിടിച്ച് ഒരുമിച്ച് പോയി ഒരുമിച്ച് ആ മുട്ടായി എടുത്തു. അതെവിടുന്നാണ് അവർക്ക് ആ സ്പിരിറ്റ് ഉണ്ടായത്? ഇത് നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ സിറ്റികളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്പിരിറ്റ് പണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നതുമായിട്ടുള്ള സ്പിരിറ്റാണ്. എന്താണ് അതിന് പറയുന്നത്? യൂണിറ്റി, കമ്മ്യൂണിറ്റി സ്പിരിറ്റ്. അതായത് ഞാൻ ഇന്നിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് മേലോട്ട് വളർന്നു പോകാൻ പറ്റത്തില്ല. എന്റെ കൂട്ടത്തിലുള്ള സഹപാഠികളും കൂട്ടത്തിലുള്ളവരൊക്കെ വളർന്നാലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു, എനിക്ക് എന്റെ സൊസൈറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു ഘടകത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ചിന്താഗതിയാണ്. നമ്മുടെ കുട്ടികളെ പലപ്പോഴും നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ കാര്യം മാത്രം നോക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതോ പലപ്പോഴും പല മാതാപിതാക്കൾ നീ എന്തിനാണ് അവരുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നത്, അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളെന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ല. ഞാൻ പറയാറുണ്ട്, എന്റെ വൈഫ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പൊ ശരിക്കും അവരുടെ ഒരു സോഷ്യൽ സ്കിൽസിന് നമ്മൾ ആ മുളയിലെ തന്നെ നുള്ളിൽ കളയുമല്ലേ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഈ ഗെയിംസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കും ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർ കണക്റ്റഡ്നെസ് അവർക്ക് വളരാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാര്യം നമ്മൾ ഒറ്റയ്ക്ക് വളർന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷമില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എനിക്ക് ഞാൻ കേട്ടില്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം ശരിയാണെന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ സന്തോഷമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സന്തോഷം മായപ്പെട്ടു പോകുന്നുണ്ട്. നിത്യതയായിട്ടുള്ള സന്തോഷത്തിൽ കിട്ടുന്നതിന് നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ ചാരിറ്റി പ്രവർത്തനത്തിലും ആൾക്കാരൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കുറെ കഴിയുമ്പോഴത്തേക്ക് വലിയ പൈസക്കാരൊക്കെ വലിയ ട്രസ്റ്റ് ഒക്കെ ഉണ്ടായി ചാരിറ്റി പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങി പോകുന്നതിന്റെ കാര്യമില്ല. സൈക്കോളജിസ്റ്റും ശാസ്ത്രജ്ഞന്മാരും പറയുന്നതെന്ന് പറഞ്ഞാൽ അവര് ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കുറെ സാധനമൊക്കെ വെളിപ്പെടുത്തി വലിയ സാമ്രാജ്യങ്ങളൊക്കെ ബിൽഡ്, പക്ഷെ സന്തോഷം തരുന്നില്ല. സന്തോഷം വരുന്നതിന് അവർ തീരുമാനിച്ചു വീണ്ടും തിരിച്ച് പാവങ്ങളുടെ ഇടയിലേക്ക് തന്നെ അതൊക്കെ ചെയ്താലേ സന്തോഷം വരും എന്നുള്ള രീതിയിലേക്ക് അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്പിരിറ്റ് നമുക്ക് നമ്മുടെ കുട്ടികളിൽ കൊടുക്കുന്നുണ്ടോ, നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ്. ഉബുണ്ടുവിനെ കുറിച്ചൊക്കെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയാസ് ഉണ്ട്. വേറൊരു സ്റ്റഡി ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല കാര്യങ്ങളും നമ്മുടെ പല പ്രസംഗങ്ങളിലും പല അച്ഛന്മാരും ഇതിനെക്കുറിച്ചൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി 1938. ഇത് മനുഷ്യൻ എന്താണ് സന്തോഷം പകരുന്നതിനെ കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവരുടെ 1938 മുതൽ പഠിച്ച ആൾക്കാർ, അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ ഫേമസ് ആയിട്ട് യൂണിവേഴ്സിറ്റി, അവിടെ ഹൈ ഇന്റലിജന്റ് ആൾക്കാർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നു. അവരുടെ സന്തോഷത്തെ കുറിച്ച് പഠിച്ചു സ്റ്റഡി ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്ത് എന്താണ് ആൾക്കാർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡിയാണ്. അതിൽ നിന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എന്തായിരിക്കും സന്തോഷം തരാൻ സാധ്യതയുള്ളതെന്ന് ഒരു രസമുണ്ട്. എന്തായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരാൻ സാധ്യതയുള്ളത്? നമ്മുടെ കുഞ്ഞിൽ നാളുകളിലെ നമ്മൾ വളർത്തിയെടുത്ത ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ജീവിത അവസാന കാലങ്ങളിൽ നമ്മുടെ ആയുഷ് ദൈർഘ്യത്തിലൊക്കെ തീരുമാനിക്കുന്നതിലൊക്കെ ഒരു വലിയ ഘടകമായി മാറുമെന്നാണ് അവർ പറയുന്നത്. ഈ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചവരും 12ാം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ ഒരുമിച്ച് കൂടുന്ന പോകുമ്പോഴത്തേക്കും പ്രത്യേക ഒരു സന്തോഷം ആൾക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോ ഇപ്പൊ എല്ലാവരും എന്താണ് സ്കൂൾ റീയൂണിയൻ, ഈ റീയൂണിയൻ, ആ റീയൂണിയൻ, കുടുംബയോഗം, ഇതൊക്കെ നടത്തുന്നതിൻ്റെയൊക്കെയുള്ള ലോജിക്ക് ഈ സ്റ്റഡിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്ന കൂട്ടുകാരെ കാണുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേക ആനന്ദം ഉണ്ടാകുന്നത് നമ്മൾ ആ സമയങ്ങളിൽ ഡെവലപ്പ് ചെയ്ത റിലേഷൻഷിപ്സിനെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ അയവിറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പേരന്റിങ്ങിനോട് ലിങ്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കളിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല ചൈൽഡ്ഹുഡ് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദാരിദ്ര്യമായിരുന്നെങ്കിൽ വലിയ പൈസ ഒന്നും ഇല്ലായിരുന്നെങ്കിലും
ചൈൽഡ്ഹുഡ് സന്തോഷമാക്കിയത് നമ്മുടെ കൂട്ടുകാർ ഒത്തിരി ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയി മാങ്ങാൻ പറ്റുന്നതും തോട്ടി പോയി മീൻ പിടിച്ചതും ചൂണ്ടിട്ടതൊക്കെയായിട്ടുള്ള പല പല ഓർമ്മകളും പലർക്കും എന്താണ് ഗ്രഹാതിരത്വം ഉറപ്പിക്കുന്ന പല ഓർമ്മകളും നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ള പല ആൾക്കാരും നമുക്ക് വീണ്ടും ഈ സാധനങ്ങളൊക്കെ തരാനായിട്ട് പറ്റും. പക്ഷേ സിറ്റിയിൽ വളരുന്ന കുട്ടികൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ഇതേപോലുള്ള അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഇല്ലയോ. അങ്ങനെ ഇല്ലെങ്കിൽ അവർ ഫോണിൽ അടിമപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണോ അവർക്ക് കൂട്ടുകാരി ചിലപ്പോഴൊക്കെ ലേറ്റ് ആയിട്ടോടെ ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് അവരെ ചൂടെയൊക്കെ ഫോഴ്സ് ചെയ്ത് ചൂടെയൊക്കെ കൂട്ടുകാരിലേക്കൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് നമുക്കവരെ നിർബന്ധിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിക്കുന്നത് ഈ സമയത്ത്. നമ്മളിനി കുറേ കാര്യമായിട്ട് സയൻസിനെ കുറിച്ചും സൈക്കോളജിക്കലായിട്ടുള്ള സ്റ്റഡികളെ കുറിച്ചും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി ചൂടെയൊക്കെ ഇതിനൊരു റിലീജിയസ് ബേസിക് നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ ആയിട്ട് കാറ്റഗറി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു സാധനം ഇതിനെ ഫെയ്ത്തുമായിട്ട് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല ബൈബിളിലെ പല ഭാഗങ്ങളിലൂടെയും നമുക്ക് ഇതിനെ ബന്ധിപ്പിച്ചെടുക്കാം. പക്ഷേ ഞാൻ ലൂക്ക ചാപ്റ്റർ 15 ആണ് ഇവിടെ ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള 3 ഉപമകളാണ്. ഒരു ഇടയന് 100 ആടുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നഷ്ടപ്പെട്ടു. അതാണ് ആദ്യത്തെ ഈ 15-ാം അധ്യായത്തിൽ വരുന്ന ആദ്യത്തെ ഉപമയാണ്. രണ്ടാമത് വരുന്ന ഉപമയാണ് ഒരു സ്ത്രീക്ക് 10 നാണയങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു നാണയം നഷ്ടപ്പെട്ടു. മൂന്നാമതായിട്ട് വരുന്നത് ഒരു അപ്പന് 2 മക്കളുണ്ട്. ഒരു മകനെ നഷ്ടപ്പെട്ടു. നഷ്ടങ്ങൾ തിരിച്ചു വരവ്, തിരിച്ചു കിട്ടുന്നു. സന്തോഷം. ഇതെല്ലാത്തിൻ്റെ എല്ലാം തീം എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നതിനുള്ള 3 കാരണങ്ങളായിട്ട് പറയുന്നത് ആടിനെ നഷ്ടപ്പെട്ടത് അജ്ഞത കൊണ്ടാണ്, നാണയം നഷ്ടപ്പെട്ടത് അശ്രദ്ധ കൊണ്ടാണ്, മകനെ നഷ്ടപ്പെട്ടത് മകന്റെ അഹന്തയോ അഹങ്കാരോ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പല രീതിയിലും ഈ രൂപങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇതനുസരിച്ചിട്ട് നമുക്ക് പേരന്റിങ്ങിലോട്ടും ബൈബിളിൽ നിന്നും ഈ സാധനത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയായിട്ട് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് അജ്ഞത. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അജ്ഞരായതുകൊണ്ടല്ല, നമുക്ക് അറിയാമല്ലാത്ത പല പല മേഖലകളുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് എന്ത് എഫേർട്സ് ആണ് നമ്മൾ എടുത്തത്. നമ്മുടെ മാമോദീസയിലേക്ക് ശരിക്കുള്ള മലയാളം വാക്ക് വളരെ നല്ലതാണ്. ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനത്തിന്റെ അർത്ഥം എന്താണ്? എന്നാത്തിനുള്ള കുളിയാണ്? അറിവിലേക്കുള്ള കുളി. നമ്മൾ എന്നും കുളിക്കുന്നവരാണ്. അറിവിലേക്കുള്ള കുളി നമ്മൾ നടത്താറുണ്ട്. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പുതിയ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുക, പുതിയ അറിവുകളെ കുറിച്ച് വായിക്കുക, പഠിക്കുക, കേൾക്കുക, പുതിയ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നഷ്ടപ്പെടലുകൾ ഉണ്ടാകാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെയായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോറൻസിന് മാറ്റമുണ്ട്. ഈ ഇഗ്നോറൻസ് നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് പഠിക്കാനായിട്ട് ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ വായിക്കുന്നതിലൂടെ ചെയ്യുന്നതിലൂടെയൊന്നുമല്ല, പരസ്പരം സംസാരിക്കുന്നതിലൂടെ, പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുന്നതിലൂടെ, സംസാരിക്കുന്നതിലൂടെയൊക്കെ അറിവ് നേടാനായിട്ടുള്ള പല പല അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് അറിവ് നേടുക എന്നുള്ളതിനെ കുറിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഈ ഫോണിനെ കുറിച്ചൊക്കെ നമ്മൾ കുറ്റം പറയുമെങ്കിലൊക്കെ ഇന്ന് ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിവ് നേടാനായിട്ടുള്ള ഇഷ്ടം പോലെ വഴിതെറ്റാനും ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. പക്ഷേ അറിവ് നേടാനായിട്ടുള്ള ഇഷ്ടം പോലെ ചുമ്മാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ റീൽസ് ഒക്കെ കണ്ടിരിക്കുകയാണ്. കുട്ടികളോട് നമ്മൾ ഫോൺ എടുക്കരുതെന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആകുന്നത്? അതുപോലെ ഈ അറിവിനെ കുറിച്ച് പറയുന്നതിന് ഇപ്പം എന്തുകൊണ്ടായിരിക്കും പിള്ളേർ കൂടുതലായിട്ട്, പിള്ളേർ മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ അഡിക്റ്റ് ആകും. എന്തുകൊണ്ടാണ് നമ്മൾ എത്ര പെട്ടെന്ന് ഈ ഫോണിലോട്ട് അങ്ങ് അഡിക്റ്റ് ആയി പോകും? അല്ല, ഫോൺ അഡിക്ഷൻ പോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും അഡിക്ഷൻ, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യത്തിന് അഡിക്റ്റ് ആയി പോകുന്നത്? ശരിക്കും സയന്റിഫിക്കായിട്ട് സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഇതിനൊക്കെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ചുമ്മാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിചേട്ടൻ രാവിലെ പറഞ്ഞതൊന്നും കാര്യമില്ല. സയന്റിഫിക് ആയിട്ട് നമ്മുടെ മനസ്സിലൊരു മാറ്റം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ബ്രെയിൻ അല്ല, ഇതിനൊക്കെ ഒരു ഹോർമോണിന്റെ പേര് നമ്മൾ പല സ്ഥലത്തും കേട്ടുള്ള സാധനം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ഈ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനകത്ത് ഉത്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടോ ആ സമയത്ത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. ഈ പല ആൾക്കും സന്തോഷം കൊടുക്കുന്ന സാധനങ്ങൾ പലതായിരിക്കും. ഓക്കെ,
ചില ആൾക്കാർക്ക് ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതായിരിക്കും സന്തോഷം തരുന്നത്, ചില ആൾക്കാർക്ക് കൂടുതലുള്ള ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിരിക്കും സന്തോഷം തരുന്നത്, വേറെ ആൾക്കാരൊക്കെ കളിക്കുന്നതായിരിക്കും സന്തോഷം. എന്താണോ നമുക്ക് സന്തോഷം തരുന്നത്, നമ്മൾ എപ്പോൾ സന്തോഷം തന്നാലും ആ സമയത്ത് നമ്മുടെ ബ്രെയിനിനകത്ത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ ഡോപ്പമിൻ പണ്ട് കാലത്ത് നമ്മളൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആൾക്കാരാണ്. നമ്മളിപ്പോഴും വലിയ മോഡേൺ സുപ്രീം കോട്ടൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ പണ്ട് കാലത്തെ ബ്രെയിൻ തന്നെ അതിന് വലിയ മാറ്റമൊന്നുമില്ല. അന്നൊക്കെ ഈ സ്കേഴ്സിറ്റി, ദാരിദ്ര്യം വളരെ കൂടുതലുണ്ടായിരുന്ന ഒരു സമയത്ത് മനുഷ്യനെ മോട്ടിവേറ്റ്, അതായത് മൈലുകളോടെ നടന്നെങ്കിൽ മാത്രമേ ആ മനുഷ്യൻ എന്തെങ്കിലും തിന്നാൻ കിട്ടുമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ സ്വിഗ്ഗിയോ സൊമാറ്റോ ഒന്നും ഇല്ലായിരുന്നു ഓർഡർ ചെയ്തതിന് ഓർഡർ കൊണ്ടുവരാനായിട്ട്. ഒന്നെങ്കിൽ നായാടി, അതായത് വേട്ടയാടി എന്തെങ്കിലും മൃഗങ്ങളെ പിടിക്കണം, അല്ലെങ്കിൽ വനത്തിലൂടെ മണിക്കൂറുകളോളം നടന്നെന്തെങ്കിലും ഭക്ഷിക്കണം, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ ശരീരത്തെ മോട്ടിവേറ്റ് ചെയ്യപ്പെടാനായിട്ട് ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഡോപ്പമിൻ. ഈ ഡോപ്പമിനെ കുറിച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് ഈ എലികളെ കുറിച്ചാണ്. വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ എക്സ്പെരിമെന്റ് നടത്തി. ഒരു എലിയുടെ തലയ്ക്കകത്ത് ഡോപ്പമിൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് മാറി അതിന് ഇഷ്ടമുള്ള ആഹാരം വെച്ചാൽ പോലും ആ എലി ആ സാധനം തിന്നിയല്ല, ഇരുന്ന് മരിക്കും. കാരണം നമ്മളെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് ഈ ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. പക്ഷേ ഈ ഡോപ്പമിൻ്റെ ഒരു കുഴപ്പം ഈ ക്ലാസ് വർക്കേഴ്സ് പരിപാടി. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, അങ്ങനെ നിൽക്കുന്നില്ല, അത് ചൂടി പോകും. നമുക്ക് ഇച്ചൂടി വേണമെന്ന് തോന്നുന്നത് നമ്മൾ അവിടെ എത്തിയാലോ അവിടെ നിൽക്കത്തില്ല, ഇച്ചൂടി വേണം തോന്നും. അങ്ങനെ മുന്നോട്ട്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എഴുന്നേക്കാനേ പറ്റുന്നില്ല. പിള്ളേരാണെങ്കിൽ തന്നെ ഉണ്ട്, നമ്മളും അതേപോലെയൊക്കെ തന്നെയാണ്. ഒരു റീൽ കണ്ടു, അടുത്തിലോട്ട് പോയി, അടുത്തിലോട്ട് പോയി, അടുത്തിലോട്ട് പോയി, അടുത്തിലോട്ട് പോയി, മണിക്കൂറോളം നമുക്ക് ഇങ്ങനെ ഇരിക്കും. എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഡോക്യുമെന്റിന്റെ തത്വം മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഒരു ഇച്ചിരി ഡോസ് കൂടിയ സാധനം, ഇച്ചിരി ഡോസ് കൂടിയ സാധനം. പിന്നെ നമ്മളെ സൂചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും പോരാ. പല പല സാധനം കണ്ടുപിടിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. ഒന്നേലും രണ്ടേലും ഒക്കെ തുടങ്ങും, പക്ഷെ നിർത്താൻ പറ്റില്ല. ഡ്രഗ്സ് കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അതേപോലെയൊക്കെ തന്നെയാണ് ആഹാരം കഴിക്കുന്നതിന് ആൾക്കാർ അഡിക്റ്റ് ആകട്ടെ. ഷുഗർ, ഇപ്പോൾ നമ്മൾ ഷുഗർ ഉള്ളവരെന്ന് എന്നതിൽ പറയുന്നത് അതുകൊണ്ടല്ല, ഇത് നമ്മുടെ ശരീരം ഇങ്ങനെ ക്രേവിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരിയൽ പോകുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പിള്ളേർക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഈ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് സുഖം തരുന്ന സാധനമാണ്, അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറെ എന്തെങ്കിലും നല്ല കാര്യം ഉദ്ദേശിക്കുന്നത് എക്കൗണ്ട് പോയാൽ നമ്മൾ വേറെ നല്ല കാര്യം ചെയ്യും. നമ്മള് ഈ പ്ലഷർ എന്ന് പറയുന്ന സാധനം, അതായത് നമുക്ക് സന്തോഷം തരുന്നതിന്റെ ഓപ്പോസിറ്റുള്ള സാധനം എന്താണ്? പെയിൻ. നമ്മുടെ ശരീരത്തിന് വേദന കൊടുക്കുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മൾ നോയമ്പം പ്രായച്ചിത്തം, ചില ആൾക്കാരൊക്കെ ഞാൻ ഇതിന്റെ നോയമ്പൊക്കെ എടുക്കുന്നത് ഇതിനൊക്കെ വല്ല കാര്യമുള്ള കാര്യമാണ്. പ്രായച്ചിത്തം പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഈ മല കയറാനൊക്കെ പോകുമായിരുന്നു, ചാക്ക് വസ്ത്രങ്ങൾ കൊടുത്ത് നടക്കുമായിരുന്നു. അതിന്റെയൊക്കെ ലോജിക് അന്ന് ഇവര് ലോജിക് മനസ്സിലാക്കിയാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് സയന്റിഫിക് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോപ്പമിൻ ക്രേവിങ്ങിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ കുറെ നേരം ആഹാരം കഴിക്കുക, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞത്, അതായത് നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് കഴിക്കാതിരിക്കാതെ അതിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കാൻ പറ്റും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിന് നമ്മൾ പെയിൻ ആണ് കൊടുക്കുന്നത്. ആ പെയിൻ കൊടുക്കുന്നതിലൂടെ ആ പ്ലഷർ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയ ആ സാധനത്തിന് ഡോസ് വീണ്ടും കുറയ്ക്കാനായിട്ട് പറ്റും. ഇന്നത്തെ കാലത്തൊക്കെ ഈ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്നൊക്കെ പറയുന്ന മെഡിറ്റേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. ഈ വിപാസന മെഡിറ്റേഷനെ കുറിച്ചൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. 10 ദിവസത്തേക്ക് ആൾക്കാർ ഫോണൊന്നും ഇല്ലാതെ ഒരു മലമൂളി, അവിടെ വലിയ സംസാരമൊന്നുമില്ല, അവിടെ സംസാരിക്കാൻ പറ്റില്ല. 10 ദിവസം ഒന്നുമില്ല, സംസാരമൊന്നുമില്ല, ആൾക്കാർ പോയി ചുമ്മാ കുത്തിയെന്ന് ചിന്തിച്ചു. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഫോണൊന്നില്ലാതെ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രവർത്തനമൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പണ്ട് നമ്മുടെ റിലീജിയസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഈ വെള്ളിയാഴ്ച ഒരു നേരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് നമ്മളിന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, നമുക്ക് കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെ കംഫർട്ട് ലെവൽ നമുക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സയന്റിഫിക് റിസർച്ച് നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് അൺകംഫർട്ടബിൾ ആക്കാനും നമുക്ക് ശ്രമിക്കാം. നമ്മൾ ഈ നടുവേദന, കാലുവേദന, മുട്ടുവേദന ഇതിൻ്റെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം എന്താണ്? നമ്മുടെ സിറ്റിങ്ങുകളൊക്കെ വളരെ കംഫർട്ടബിളായി മാറിയതുകൊണ്ടാണ്. പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അന്ന് നമ്മൾ എങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നത്? നമുക്ക് വലിയ കുഷനോ അങ്ങനെയുള്ള സാധനമോ നേരത്തെ കുത്തിയിരുന്നുകൊണ്ടിരുന്നത്.
ഇപ്പം ഈ യൂറോപ്യൻ ടോയ്ലറ്റ് വന്നതിന് ശേഷം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ടോയ്ലറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമ്മളത് യൂസ് ടു അല്ല. അതായത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ വളർന്ന് നമ്മുടെ ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മളും ഇല്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ നാളെ മുതൽ ഈ വലിയ ബെഡ്റൂം മേടിച്ച് കിടക്കുന്ന കാര്യമൊന്നുമില്ല. നേരത്തെ ഒന്ന് ഇടയ്ക്കൊക്കെ കാണുമ്പോൾ എന്താണ് സാറിനോട് സമയം നോക്കുന്നുണ്ട്. 15 മിനിറ്റ് നമുക്കുള്ളതാണ് സാറ് പറഞ്ഞത്. അപ്പം ഈ ഡിസ്കംഫർട്ടുകൾ എത്ര കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് സമയത്തേക്ക് നമുക്ക് ഈ അഡിക്ഷൻ ഒക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ഡിസ്കംഫർട്ടുകൾ നമ്മുടെ ശരീരത്തിൽ കൊടുത്തതിന് ശേഷം ഫിസിക്കൽ എക്സസൈസ് ഒക്കെ അതിന്റെ ഭാഗമാണ്. പുറത്തൊക്കെ ഇറങ്ങി പണിയുന്നതൊക്കെ നല്ലതാണ്. ഈ കുറെ നാളുകൾക്ക് ശേഷം ഈ ടൗൺ അപ്പന്റെ പറഞ്ഞു. അപ്പം ആ നേരത്തെ ചോദിക്കുവാണെങ്കിൽ അർത്ഥം എന്താണ്? അപ്പനില്ല, തീർന്നു, അപ്പന്റെ കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. അതായത് ഇത് ഇച്ചിരിയൊക്കെ ഡീപ്പായിട്ട് പോകേണ്ടതാണ്. ഞാൻ കൂടുതൽ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് പോകുന്നില്ല. നമ്മളെ എന്താണോ പ്രൊവോക്കേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ അഹത്തിനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് മാത്രം കണ്ടത്. നമ്മൾ ആരോട് എപ്പം ഇടിപിടിക്കാനോ വഴക്കിടാനോ നമ്മൾ ഒച്ചപോക്കി സംസാരിക്കുന്നുണ്ടോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. എവിടെയോ എന്നെ കൊള്ളണ്ടെടുത്ത് കൊണ്ടു എന്ന് മാത്രം ധരിച്ചത് വളരെ മനസ്സിലായോ? നമുക്ക് എപ്പോഴാണോ ദേഷ്യം വരുന്നത് കേട്ടോ, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിലും ഇച്ചിരി നമ്മൾ കൂൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന്, നമ്മുടെ അഹം എന്താണെന്നും നമ്മൾ എന്തിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടേണ്ടതെന്നും എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കാം. നമ്മൾ കൂടുതലായിട്ട് പോകുന്നതിലേക്ക് മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഈ 3 ആസ്പെക്റ്റുകളെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് അജ്ഞതയായിക്കോട്ടെ, അശ്രദ്ധ ആയിക്കോട്ടെ, പ്രൈഡ് ആയിക്കോട്ടെ, ഇതിനേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. നോളജ് എങ്ങനെ സമ്പാദിക്കുമെന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾ എല്ലാവരും 2 മെഡിറ്റേഷൻ, ഒന്ന് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം വളരെ ഫേമസ് ആണ്. എന്താ ഈ മൈൻഡ്ഫുൾനെസ് കേട്ടോ? മൈൻഡ്ഫുൾനെസിന്റെ മലയാളം എന്താണ്? നമ്മൾ എവിടെയായിരിക്കുന്നു സ്പെൻഡ് ചെയ്ത നമ്മളുണ്ടായിരുന്ന സാറിന് 2 നന്ദി പറയുന്നതായിട്ട് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇരിക്കുന്നതും നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയ അവെയർ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നത് ഇതിനൊരു റിസൾട്ടിന് വേണ്ടിയിട്ടല്ല, ആ ചെയ്യുന്ന പ്രോസസ്സും അതിൽ വളർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരു സാധനം ചെയ്തപ്പോ ഈ നാരായണ പ്ലാന്റിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ കല്ലുരുട്ടി കേൾക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ് എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കാം. ആ റിസൾട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല. നമ്മൾ പലപ്പോഴും റിസൾട്ട് കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ നിരാശപ്പെടുന്നത്. എന്നും ഈ നാരായണ പോലെ നമ്മൾ എന്ത് ചെയ്തിട്ട് ശരിയാകാതെ പറഞ്ഞിട്ട് വീണ്ടും ഈ കല്ലുരുട്ടി കയറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോസസ് എൻജോയ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്ത് എന്നിട്ട് ശരിയാകുന്നില്ലെങ്കിൽ വീണ്ടും അത് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യണം. അതാണ് ഈ മെഡിക്കൽ. അതായത് നമുക്ക് ഇവിടെയൊക്കെ ഏകാഗ്രമായിട്ട് ചിന്തിക്കുകയും നമ്മൾ ജീവിതത്തിൽ ഓടിക്കൂടി നടക്കുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ സമയം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ വീട്ടിലും നമുക്കും ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് ഏകാഗ്രമായി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ തെറ്റ് ഇല്ലാതെ പറ്റും. നമ്മൾ തെറ്റ് ചെയ്യാതെ ആരും മനുഷ്യനാകുന്നില്ല. നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യും, നമ്മുടെ കുട്ടികളും ചെയ്യും, നമ്മുടെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തിട്ടുണ്ടാകാം, ഇനിയും ചെയ്യും, നമ്മളെ നയിക്കുന്നവർ ചെയ്യും. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. തെറ്റ് പറയുന്നതിൽ സോറി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാതിരിക്കാനായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീണ്ടും ഒരു സ്റ്റാർട്ടിനുള്ള സമയമാണ്. അത് മനസ്സിലാക്കാം. അപ്പോൾ അത് ആരുടെ മുന്നിലും നമ്മൾ തെറ്റ് സമ്മതിക്കുന്നത് കൊണ്ട് കുഞ്ഞാവുന്നത് വലുതാവുന്നില്ല. കുട്ടികളുടെ സോറി പറയണമെന്നുണ്ടെങ്കിൽ സോറി പറയുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. അതിലൂടെ നമ്മൾ വളരുന്നത് മാത്രമേ ഉള്ളൂ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പറഞ്ഞിട്ടൊക്കെ പോകാനൊക്കെ വലിയ എളുപ്പമാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്ത് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. അവസാനമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ പേരന്റിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചുള്ള വളർച്ചയും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള സുഖം അനുഭവിക്കുക അല്ലെങ്കിൽ ഈ കിടന്നുള്ള കടപ്പാടുള്ള കാര്യങ്ങളുണ്ടോ. ഈ മാനസികമായിട്ടുള്ള സുഖത്തെ നമ്മൾ ഇന്നത്തെ കാലത്തെ ഒരു കുഞ്ഞു തലമുറയെ നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നു കഴിഞ്ഞാൽ അവർക്ക് അർത്ഥപൂർണമായ ഒരു യുവത്വവും ശാന്തമായ അല്ലെങ്കിൽ പക്വമായ ഒരു വാർദ്ധക്യവും അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും നമുക്ക് ഈ രീതിയിലൂടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അജ്ഞത പോലെ നമുക്ക് സംഭവിച്ചു കൊണ്ടുള്ള തെറ്റുകൾ,
അശ്രദ്ധ മൂലം നമുക്ക് പോയിട്ട് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, അഹന്ത മൂലം നമുക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ അതൊക്കെ തിരുത്താൻ ഇനിയും അവസരങ്ങൾ ഉണ്ടെന്നും ആ കാര്യത്തെക്കുറിച്ച് കൂടി അവയറായി നാളെ വീണ്ടും തെറ്റ് സംഭവിക്കുന്ന അവയർനെസ്സോട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്ന് പഠിച്ചു എന്ന് പറഞ്ഞതോടെ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, നാളെയും ചെയ്യും, മറ്റന്നാളും ചെയ്യും, ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. ആ സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ തന്നെ തീർക്കുവാനും ക്ഷമിക്കാനൊക്കെയുള്ള കഴിവുണ്ടെന്നും അവസാനമായി ഈ പ്രോസസ്സിലെല്ലാം ദൈവം നമ്മുടെ കൂടുതൽ നമ്മളിൽ മാത്രം ഈ കാര്യങ്ങൾ നടക്കും എന്നുള്ള വിചാരത്തോടുകൂടി നമ്മുടെ ഇഷ്ടമെന്ന് വരെ നമ്മളെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാം ഈ സന്തോഷത്തിലേക്കുള്ള ഈ ജേർണി വളരെ മഹത്വപൂർവ്വമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? അപ്പൊ എന്തെങ്കിലും ചോദ്യം ഇല്ലാതെ നമ്മുടെ കേരളത്തിനെ കുറിച്ചോ ഇനി സംസാരിക്കാനുള്ളതായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നമ്മൾ ചോദിക്കാം. പിന്നെ പറഞ്ഞോ, എന്റെ വീട്ടിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാമോ? എനിക്ക് മലയാളത്തിലെ പല കോമ്യൂണിക്കേറ്ററുടെ വാക്കുകളെ കുറിച്ച് വളരെ സാറ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒക്കെ എക്സ്പേർട്ട് ആണ്. എന്നോട് പറഞ്ഞ നിമഗ്നരായി എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ ഞാൻ കേൾക്കുമ്പോൾ അല്ല. പക്ഷെ മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു അതിനെ കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വാക്ക് കറക്റ്റ് ആയിട്ടില്ല. എനിക്ക് അതിനൊരു ഉത്തരം ഈ നിമഗ്നമാകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ശരിക്കും മൈൻഡ്ഫുൾനെസ്സിന് മലയാളത്തിൽ എന്താ പറയുന്നത്? മൈൻഡ്ഫുൾനെസ്സിന് മലയാളത്തിൽ നിറഞ്ഞ മനസ്സൊന്നുമല്ല, അത് സോൾട്ട് മാൻഡോട്ടറി പോലെ ആയിരുന്നു. സോൾട്ട് മാൻഡോട്ടറി മനസ്സിലായോ? മനസ്സ് ജാഗരൂകരായിരിക്കാനുള്ള ഒരു മനസ്സ് അതിന്റെ പറയാം. മനസ്സ് ജാഗരൂകതയുള്ള മനസ്സ്, അലർട്ട്നെസ്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അലർട്ട്നെസ് എന്ന് പറയും. അലർട്ട്നെസ് എന്ന് പറഞ്ഞാൽ ജാഗരൂകത, ബി അലർട്ട്. സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പോയതിനു ശേഷം നമ്മുടെ മനസ്സിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് റിഫ്ലക്ട് ചെയ്താൽ മതി. സൈക്കോളജി ഉണർന്നിരിക്കുക. ദാറ്റ് മീൻസ് വെറുതെ ആവേശത്തിൽ ഉണർന്നിരിക്കുന്നതല്ല. ഏകദേശം 2 മണിക്കൂറാണ് സാർ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് 2 മിനിറ്റ് ഇതിന് മറുപടി പറയാൻ, ആശംസ പറയാനായിട്ട് തന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് 2 മണിക്കൂർ നന്ദി പറഞ്ഞാലും ഇതിന് പ്രതിവിധിയാകുക. എന്നാലും ചുരുങ്ങിയ വാക്കിൽ പറയട്ടെ, സാറിന് വളരെ സരസമായ രീതിയിലും വളരെ അർത്ഥസമ്പുഷ്ടമായ രീതിയിലും നമുക്ക് ഇത്രയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അറിവുകളെ കുറിച്ച് ഒരു അറിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരശ്ശീല മാറ്റി നമുക്ക് ഇത്രയും വിവരങ്ങൾ വെളിവാക്കി തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സാറിന് ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ മെച്ചപ്പെട്ട വേദികളും മെച്ചപ്പെട്ട സംവാദ മെച്ചപ്പെട്ട ശൈലിയിലും മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലും കൂടുതൽ ഓഡിയൻസിന് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ദൈവം കൊടുക്കട്ടെ, അവസരം ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ അതിനെ കുറച്ചുകൂടെ ഉപരിയായിട്ട് പെട്ടെന്ന് തോന്നിയ കാര്യം, ഇങ്ങനെ ഒരു അവസരം നമുക്ക് ആലോചിച്ച് തന്ന ജോയിച്ചന്റെ തോട്ട്ഫുളിനെ കുറിച്ചും മൈൻഡ്ഫുളിനെ കുറിച്ചും ഒരു വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഇതുപോലെ നമ്മുടെ ഇടവകയിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മാണിക്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നൊരു മാണിക്യത്തെ അച്ഛൻ കാണിച്ചു തന്നു. ഇതുപോലെ പല മാണിക്യങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള മാണിക്യങ്ങളെ അച്ഛൻ മുന്നോട്ട് കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. സെഷൻ കംപ്ലീറ്റ് ഞാൻ കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കേൾക്കാത്ത സെഷനെ കുറിച്ച് എനിക്കൊരു അസസ്മെന്റ് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ കേൾവിക്കാർ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പീസ് അസോസിയേഷനിൽ അതിൻ്റെ ഒരു
പ്രൊഫഷനായിട്ട് വളരെ നന്നായിട്ട് ക്ലാസ് എടുത്ത് കാണും. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ബിജു സാറിനെ ഇതിനെ പ്രത്യേകം ഏൽപ്പിച്ചത്. ഐ ഹോപ്പ് ദാറ്റ് എല്ലാവരും വളരെ ടൈം വേസ്റ്റ്, ഇതൊരു സമയ പാഴാക്കലായിരുന്നു എന്ന് തോന്നുന്നു. So let's put our hands together. ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇത് ഓരോ തോട്ടിന് ഒരു സീക്വൻസ് ഒരു തോട്ട് പാറ്റേൺ ഉണ്ട്. ഇതിന്റെ ഫസ്റ്റ് തോട്ട് പാരന്റ്സിന് ഒരു സെമിനാർ കൊടുക്കണം എന്ന് പറഞ്ഞത് എന്റെ തലയിൽ വെച്ചൊരു സാധനമല്ല. അത് സുനിൽ സർ വഴി കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റ് റിക്വയർമെന്റ് കൂടെയാണ് ഇല്ലേ. സുനിൽ സർ വഴിയാണ് ഈ പാരന്റ്സ് മീറ്റിങ്ങിനെ കുറിച്ച് എന്റെ കൊടുത്തു വന്നത്. അപ്പോഴും ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഒരു തനതായ ഒരു സ്റ്റൈലിൽ ഞാൻ സുനിൽ സാർ ഇതിന്റെ ആവശ്യമൊക്കെ നമ്മുടെ പാരന്റ്സ് കൃത്യമായിട്ട് പള്ളിയിലൊക്കെ വരുന്നു, റെഗുലർ ആയിട്ട് കുട്ടികളൊക്കെ വരുന്നു. പിന്നെ അതിലും കൂടുതലായിട്ട് എന്താണ് ഈ പാരന്റ്സിനോട് ഇത്രമാത്രം പറയാനുള്ളത്? ഈ വേബോട്ട് നമുക്ക് പാരന്റ്സ് മീറ്റിംഗിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു ഡിസ്കറേജ് ചെയ്ത ആളാണ് ഞാൻ. സുനിൽ സാറിനോട് പറഞ്ഞ കാരണം അങ്ങനത്തെ ഒരു പാരന്റ്സ് മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അത്രയും എനിക്കൊരു നീഡ് തോന്നിയില്ല. Then for anything there is a second thought. First thought is the natural expression of one's thought pattern. Then every time ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ second thought, you should give a second thought. അപ്പൊ രണ്ടാമത്തെ അങ്ങനെ ഒരു തോട്ട് ഒക്കെ അങ്ങനെ എന്നാലും ഒരു പക്ഷേ റിക്വയർമെന്റിന്റെ ഭാഗമാണ്. പിന്നെ ഒരു പക്ഷെ ഒരു പരിധിവരെ കൊടുക്കുന്നത് നല്ലതാണല്ലോ എന്നൊക്കെ അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ ബിജു സാർ വന്നത്. സത്യത്തില് റിസോഴ്സ് പേഴ്സണെ ഞാൻ പുറത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു നമ്മുടേതായ സ്റ്റൈൽ അങ്ങനെ ഒരു ആളെ കിട്ടിയാലും റിസോഴ്സിൽ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ അടുത്ത ഞായറാഴ്ച ഒരു സിസ്റ്ററെ വിളിച്ചിട്ടുണ്ട് ഒരു കൗൺസിലിംഗ് പ്ലസ് കുട്ടികളെ ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് ഒരു കൗൺസിലർ കിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് തീവ്രവാദി ടെററിസ്റ്റ് കൗൺസിലേഴ്സ് എനിക്ക് വേണ്ട. തീവ്രവാദി കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പ്രാക്ടിക്കലി മനസ്സിലായി എന്താണ് അച്ഛൻ ഈ തീവ്രവാദി എന്ന് ഉപയോഗിച്ചത്. തീവ്രവാദി കൗൺസിലേഴ്സ് ചില കൗൺസിലേഴ്സ് നമ്മുടെ സൈക്കോളജിയിൽ പല സ്കൂളോ തോട്ടമൊക്കെ പഠിക്കുമ്പോൾ ചിലർ എറിക്സന്റെ ആയിരിക്കും, ചിലർ യൂങ്ങിന്റെ ആയിരിക്കും, ആട്ട്ലറിന്റെ ആയിരിക്കും, റോജറിന്റെ പല സൈക്കോളജിക്കൽ കോഴ്സുകൾ ചിലർ ഒരു സൈക്കോളജിക്കൽ തോട്ട് മാത്രം എടുത്തുകൊണ്ട് അതിനെ മാത്രം സ്ട്രെസ് ചെയ്ത് കൗൺസിലിംഗ് നടത്തും. ഫോർ എക്സാമ്പിൾ ചില കൗൺസിലേഴ്സിന് എനിക്കറിയാം എല്ലാ കാര്യങ്ങളും അവർ സെക്ഷൽ ആയിട്ട് സെക്സുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ പൂർവിക ഹെറിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടു. അതൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു തോട്ട് പാറ്റേൺ. അപ്പൊ ചില കൗൺസിലേഴ്സ് എക്സസീവ് ഇമ്പോർട്ടൻസ്, ഒരു തലവേദന വന്നു, ഒരു ശരീരം വന്നു, എല്ലാം സെക്ഷൽ പ്രോബ്ലംസുമായിട്ട് അല്ലെങ്കിൽ അതിന് ഡിസോറിയന്റേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതെല്ലാം ഹെറിറ്ററി ആണ്, നിങ്ങളുടെ പൂർവികർ അങ്ങനെയായിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ എന്റെ കാറ്റഗറിയിൽ ടെററിസ്റ്റ് ആണ്. ഫോർ മീ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്ലെൻഡിങ് കോമ്പിനേഷൻ. എല്ലാ സൈക്കോളജിസ്റ്റിന്റെ തോട്ട്സ് നമ്മൾ പഠിക്കണം, ഫിലോസഫിക്കൽ തോട്ട്സ് നമ്മൾ പഠിക്കണം. എല്ലാം പഠിച്ചിട്ട് അതിനെ നമ്മൾ ബ്ലെൻഡിങ് നടത്തണം. അതർവൈസ് ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലോട്ട് പോകും. അപ്പോൾ കൗൺസിലേഴ്സ് ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇങ്ങനെ പാരന്റ്സിനെ ഗൈഡൻസ് നടത്താനായിട്ട് പിന്നെ ഒരു കൗൺസിലറൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ബിജു സർ എന്റെ മനസ്സിൽ വന്നതും. ബിജു സർ വളരെ അത് പോസിറ്റീവായിട്ട് ടേക്കപ്പ് ചെയ്തു. കാരണം ബിക്കോസ് ഓഫ് ദ പ്രൊഫഷൻ. കാരണം എനിക്കറിയാം പല ഓറിയന്റേഷൻ ക്ലാസ്സും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി സ്കിൽഡ് പേഴ്സൺ ആണ്. അതിനകത്ത് അതിന്റെ ഒരു മെന്റർഷിപ്പ്, പിന്നെ അതിൽ കൂടുതലായിട്ട് ഇത് മേ ബി ചിലർക്ക് അത് ഇതൊരു എക്സാജറേഷൻ ആയിട്ട് തോന്നും. നമ്മളെപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒബ്സർവൻസ്. സയൻസിലും അതല്ലെങ്കിൽ ഒബ്സർവൻസ് എന്ന് പറഞ്ഞൊരു സാധനം, ഒബ്സർവ്. അപ്പൊ ഞാൻ ഈ ബിജു സാറിനെ അംഗീകരിച്ചതും ബിജു സാറിന്റെ ഈ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ബിജു സാറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കൊണ്ടുവരേണ്ട ഒരു മേജർ കാരണമുണ്ട്. നമ്മുടെ പേര് ആൻഡ്രോ. ഈ ആൻഡ്രോയുടെ ബിഹേവിയറൽ പാറ്റേൺ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ്രോയുടെ ഏജ് ഗ്രൂപ്പുകാർ പലരുണ്ട്. പക്ഷേ ഫോർ ജസ്റ്റ് ആൻ എക്സാമ്പിൾ, ഫോർ സർട്ടൻ പീപ്പിൾ, ചിലർക്ക് തോന്നുന്ന ഒരു വലിയൊരു വിഷയമോ അല്ലെങ്കിൽ ചിന്താ വിഷയങ്ങളൊന്നായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സംഭവമായിരിക്കും. അതിനെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അതിൽ നിന്നൊരു കൺക്ലൂഷൻ എത്തുന്നു. ഫോർ എക്സാമ്പിൾ ആൻഡ്രോയുടെ ഒരു പ്രവർത്തന ശൈലി ചിലർക്കറിയാം. ആ യൂണിറ്റിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായ കാര്യം, യെസ്, ഏതൊരു പെൺകുട്ടികൾ വന്ന് ഇടിക്കുകയോ ആരാണ്ടൊക്കെ എന്തൊക്കെയോ ആരാണ്ടൊക്കെ സംഭവം, യു നോ ദ ഡീറ്റെയിൽ.
പക്ഷെ അവിടെ ആൻഡ്രോ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ആൻഡ്രോ ചെയ്ത ചില കാര്യങ്ങൾ അത് എത്ര മച്യൂരിറ്റിയോട് കൂടിയാണ്. ഫസ്റ്റ് വൺ ഈസ് മച്യൂരിറ്റി. ഒരു കാരണം ചിലപ്പോൾ 10-ലായിരിക്കും, ചിലപ്പോൾ ഒരു ആ ഏജിനെ തത്തുല്യമായ മച്യൂരിറ്റി. ആൻഡ്രോ ആയിരുന്നു അവിടെ ഉണ്ടാകുന്നത്. ആൻഡ്രോ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലുള്ളവരെ ഫോൺ വിളിക്കുന്നു, ഇവിടെ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത ആളുകൾ കാണും. DD-യിലുള്ളവരെ ഫോൺ വിളിക്കുന്നു, അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു. ഹി മാനേജ് ദ തിങ്. അതാണ് ഒരു പെർപ്ലക്സിറ്റി ഇല്ല, അവിടെ സംഭവിച്ച കാര്യം. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഹി കോണ്ടാക്ടഡ് മെനി പീപ്പിൾ and he in a way so to say solved that particular issue that particular time. ഇതാണ് നമ്മൾ മച്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ആരോട് പല പ്രോബ്ലം ഞാനൊരു എക്സംഷൻ വി നീഡ് നോട്ട് സ്പീക്ക് തിയറി. നമ്മൾ മറ്റുള്ള തിയറികൾ അവരുടെ കൊച്ച് ഇവരുടെ കൊച്ച് ആ ദേശത്ത് ഇങ്ങനെ ഈ ദേശത്ത് ഇങ്ങനെ നമ്മൾ ഒത്തിരി തിയറി നമ്മൾ ബി പ്രാക്ടിക്കലാണ്. അപ്പൊ എനിക്ക് ഈ ആൻഡ്രോയുടെ പ്രവർത്തന ശൈലിയിൽ അപ്പൊ ആ ആൻഡ്രോനെ ട്രെയിൻ ചെയ്യുന്ന രീതി, ആൻഡ്രോനെ ഗ്രൂം ചെയ്യുന്ന രീതി കൂടെ നോക്കിയപ്പോഴാണ് സത്യത്തിൽ ആൻഡ്രോയുടെ പ്രവർത്തന ശൈലി ബിജു സർ പ്രവർത്തിക്കുന്ന മേഖലയും കൂടെ വിലയിരുത്തിയിട്ടാണ് സത്യത്തിൽ ഈ പർട്ടിക്കുലർ ഇത് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. ഒരുപക്ഷെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുപോലെ റിസോഴ്സ് പേഴ്സണെ വിളിക്കാൻ നോക്കി. യു ഷുഡ് ബി, കാരണം എത്ര പേര് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരു 1 hour സെഷൻ കൊടുക്കുന്ന അവരുടെ ചാർജ്, അവരുടെ TA 2 and 4 ചാർജ് പ്ലസ് 1 hour പെർ അവർ വെച്ചിട്ടുള്ള ചാർജ്, അതൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയും റിഗാർഡിംഗ് ദ എക്സ്പെൻസ് ബാർ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സിൽ പല ഫീൽഡിൽ നമ്മൾ ഈ സാധനം യൂസ് ചെയ്യും. ടാപ്പിംഗ് ദ ലോക്കൽ റിസോഴ്സ്, ഈസിലി അവൈലബിലിറ്റി, എക്കണോമിക്സിൽ അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞ പോലെ വളരെ അവൈലബിൾ ആള് ഇതിനൊരു ഫോളോ അപ്പ് നടത്തണം. ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഒരു ഫോളോ അപ്പ് സെഷൻ വേണം. ഇറ്റ്സ് റെഡിലി അവൈലബിൾ. അപ്പൊ അതുകൊണ്ട് ബിജു സർ ഈ ചലഞ്ച് ഏറ്റെടുക്കുക. എപ്പോഴും സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനും, അത് നമ്മളിപ്പോ മുതലുള്ളതല്ല, അത് പണ്ടേ മുതലുള്ളതല്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, ഒരു നാട്ടിൽ ഒരു സ്വന്തം പ്രവാചകന് ശോഭിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ ചിലപ്പോൾ അവര് തന്നെ പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അല്ലെങ്കിൽ മറ്റുള്ള. ബിജു സർ റെഡിലി ആക്സെപ്റ്റ്. ബിജു സാറിനെ അറിയുമ്പോൾ എല്ലാവരും. അപ്പൊ ചിലർ പറയും നോ റിഗാർഡിംഗ് ദ മോട്ടിവേഷണൽ ടോക്ക്, നിങ്ങൾ ആര് പറഞ്ഞു എന്നുള്ളതല്ല, വാട്ട് ഡിഡ് ഹി സ്പീക്ക്, അവർ എന്താണ് പറഞ്ഞത്. നിങ്ങൾ ഫസ്റ്റ് ആ പ്രിഫറൻസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട് പാറ്റേൺ അവിടെ തന്നെ അത് പ്ലാൻ ചെയ്തു പോകും. ആ ബിജു സാറല്ലേ, എനിക്കറിയാവുന്നല്ലേ ബിജു സാർ, നോ ദാറ്റ് ഇസ് നോട്ട് ദ മാറ്റർ. അയാള് ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇപ്പൊ ബിജു സാർ അത് വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു, എനിക്കറിയാം. എല്ലാവരും വളരെ കാര്യമായിട്ട് അത് കേൾക്കുകയും അത് ശ്രമിക്കുകയും ചെയ്ത് എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടെ ബിജു സാറിന് നമ്മുടെ ഒരു പാരിതോഷികമൊന്നും അല്ല, ജസ്റ്റ് ഒരു സ്റ്റാച്യൂന്റെ റൂമിലിരിക്കുന്നതാണ്, അത് കവർ ചെയ്ത് അത് കവർ ചെയ്ത് കൊടുക്കുന്നതാണ്. ജസ്റ്റ് ഫോർ എ ഫോർമാലിറ്റി സേക്ക്, ഇറ്റ്സ് നത്തിങ് അബൌട്ട് ദിസ്. Thank you. I suppose we can bring the procession. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഭക്ഷണത്തെ കുറിച്ച് ഇപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു 10-15 മിനിറ്റൊക്കെ വീട്ടിലെത്താന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ പോവാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഉണ്ടാക്കി വീട്ടിലെത്താവുന്ന ദൂരമൊക്കെ നമുക്കുള്ളൂ. അവിടെ പോയി സ്ഥാപിക്കാൻ ഭക്ഷണം കഴിക്കാമല്ലോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.